ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച സെൻറ്ററിൻ്റെ ചുമതലപ്പെട്ട സെൻട്രൽ പാസ്റ്റ് കമ്മിറ്റി അംഗങ്ങൾ, ചുമതലപ്പെട്ടവർ, അവർക്ക് ഒരിക്കൽ കൂടി നന്ദിയും ചൊല്ലുന്നു. എനിക്ക് കുറച്ച് ദിവസമായി കഫത്തിൻ്റെയും ശ്വാസം മുട്ടലിൻ്റെയും പ്രയാസമുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞപ്പം കുറച്ചുകൂടെ അങ്ങ് വഷളായി. യാത്ര ചെയ്തപ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ രാത്രികളിൽ ശ്രേഷ്ഠരായ കർത്തൃദാസന്മാരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചല്ലോ. നാളെ രാത്രിയിലും അവിടുത്തെ വരവ് താമസിച്ചാൽ ദൈവവൃത്തിനെ വളരെ ശക്തമായിട്ട് ഇവിടെ ഉപയോഗിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിക്കണം. സാധാരണ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും തിരുവെടുത്തൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. മമകബലം സ്തുതി ആയവൻ താൻ യഹോവ. മമകബലം സ്തുതിയായ ബലൻ യഹോവ. മമകബലം സ്തുതിയായ ബലൻ യഹോവ. മമകബലം സ്തുതിയായ ബലൻ യഹോവ.
പരിചോന്നു ഞാൻ. ഈ നല്ല രാത്രിക്കായിട്ട് വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ്, ഏവർക്കും പരിചിതമാണ്. ശ്രേഷ്ഠനായ ദൈവഭൃത്യന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നന്നായി ദൈവവചനം പ്രസംഗിക്കുന്ന, പഠിക്കുന്ന, പഠിപ്പിക്കുന്ന വളരെ അറിവുള്ള കർത്തൃദാസന്മാരാണ് വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദൈവദാസന്മാരും കേൾക്കുന്ന ദൈവവചനവും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്താണല്ലോ. ഒന്നുകൂടെ വായിക്കാം. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. വേദപുസ്തകത്തിലെ ചരിത്ര പുസ്തകങ്ങളാണ് നമുക്കറിയാം. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ. സാധാരണ മിക്ക ഇടങ്ങളിലും പറയുന്ന കാര്യം ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഈ പുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങുന്ന മഹത്തായ പുസ്തകം, വിശേഷപ്പെട്ട പുസ്തകം. ഈ പുസ്തകത്തിന് മാത്രമേ ഈ പേരുള്ളൂ, സത്യവേദ പുസ്തകം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം സത്യമാണ്. 2 ഭാഗങ്ങളായിട്ട് നമ്മൾ ഇതിനെ തരംതിരിച്ച് പഠിക്കുക. പഴയ നിയമവും പുതിയ നിയമവും. ഇപ്പോൾ വെസ്റ്റ് സെന്ററിലെ ബഹുമാന്യ കർത്തൃദാസന്മാരും മറ്റാദരണീയ കർത്തൃദാസന്മാര് ഇപ്പൊ ചിന്തിക്കും, എന്നാ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു, ഈ വയ്യാഞ്ഞിട്ട് എന്തിനാ ഇങ്ങോട്ട് ഇതാ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ. ഇതും അറിയാൻ മേലാത്ത ആൾക്കാരുണ്ട്. അടുത്ത കാലത്ത് ഞാൻ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ചോദിച്ചു, പുസ്തകക്രമം അറിയാൻ മേല. ആരാ എന്തുവാന്നൊന്നും പറയുന്നില്ല, അറിയത്തില്ല. ഞങ്ങളുടെ ഒരു വല്യമ്മ പറയാൻ പോലെ കളസ വിട്ടുകൊണ്ട് നടക്കുന്നതല്ലാതെ ചിലർക്ക്, എല്ലാവരുമല്ല, ചിലർക്ക് ഇപ്പോഴും അറിയത്തില്ല പുസ്തകക്രമം. അതുകൊണ്ടാണ് ഇതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കുന്നത്. 66 പുസ്തകങ്ങൾ, അത് 2 ഭാഗം, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം നമുക്കറിയാം 39 പുസ്തകം, പുതിയ നിയമം 27 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടും മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടും മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടും മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടുന്നേക്കാൾ. 39 പുസ്തകങ്ങൾ. 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 39
യേശുവേ
ഭാഗങ്ങളങ്ങുണ്ടതിലാകവേ 66 പുസ്തകങ്ങൾ. ഇന്ന് ബഹുമാന്യ കർത്തൃദാസന്മാരും എൻ്റെ കേൾവിക്കാരായ മാന്യരായ നിങ്ങൾ ക്ഷമിക്കണം. ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം ഉള്ളത് കൊണ്ട് വിമ്മിഷ്ടം ഉണ്ടാകുമ്പോൾ ഈ 2 ഷീഡ് പാടുമ്പോൾ ഓർത്തോണം വിമ്മിഷ്ടം കൊണ്ടാണ്. അപ്പം അത് പിണങ്ങരുത്. യോഗം കഴിഞ്ഞ് പറയരുതോ ഇന്ന് മൊത്തം പാട്ടായിരുന്നു, വിമ്മിഷ്ടം കൊണ്ടാണ് ഇന്നത്തേക്ക്. അപ്പം ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയം നമുക്ക് ചിന്തിക്കണം. അപ്പം 2 ഭാഗം. ആദ്യത്തെ ഭാഗമാണ് പഴയ നിയമം പുതിയ നിയമവും 2 ഭാഗം. ഈ 2 ഭാഗങ്ങൾ 66 പുസ്തകം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനപാഠമാണ്. ഏതാണ്ട് എല്ലാ കർത്തൃദാസന്മാരും പഠിപ്പിക്കുന്നതാ. 40 എഴുത്തുകാര് ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് എഴുതി തീർത്തതാണല്ലോ ഈ സത്യവേദ പുസ്തകം. ഈ എഴുത്തുകാർ പലരും തമ്മിൽ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. പലരും പല രാജ്യത്തിരുന്ന് എഴുതിയവരാ. പല മേഖലകളിൽപ്പെട്ടവരെ കൊണ്ടാണ് ദൈവം ഇത് എഴുതിപ്പിച്ചതും. നമുക്കറിയാം, ആദ്യ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയും ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലനും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇത് വായിച്ചാൽ 2 പേരും കൂടെ ഒന്നിച്ചിരുന്ന് എഴുതിയതുപോലെ തോന്നും. ആണ് 2 ഭാഗത്തും ഇത് ചേർത്താ പഠിക്കുന്നത്. ഉൽപ്പത്തിയിലെ പല കാര്യവും വെളിപ്പാട് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി നമുക്കറിയാം പലതിൻ്റെ ആരംഭവും അതിൻ്റെ മിക്കതിൻ്റെ അവസാനമാണ് വെളിപ്പാട്. അപ്പൊ ഈ ഉൽപ്പത്തിയും വെളിപ്പാട് പുസ്തകവും വായിച്ചാൽ ധ്യാനിച്ചാൽ നമ്മൾ ഓർക്കും 2 പേരും കൂടെ ഒരു കസേര ഇരുന്ന് അടുത്തടുത്തിരുന്ന് എഴുതിയതാണ് തോന്നും. അതിന് കാരണം 2 പേരിലും വ്യാപരിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ഇത് ഒത്തു വന്നത്. ഇത് ഒരാൾ തന്നെ ഇരുന്ന് എഴുതിയ പുസ്തകമല്ല. അങ്ങനെ എഴുതിയ പുസ്തകങ്ങൾ ധാരാളമുണ്ട്. വിശേഷിച്ച ശൂരനാട് പ്രസംഗിക്കുമ്പം വളരെ പ്രഗത്ഭന്മാരുടെ നാടാണ് ശൂരനാട് കുഞ്ഞമ്പിള്ള. എൻ്റെ അറിവ് ശരിയെങ്കിൽ പ്രിയ അച്ചായൻ്റെ സഹധർമ്മിണിയുടെ ഭവനക്കാര് അങ്ങനെ ചോദിച്ചാ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചവര് ആത്മീയത്തിലും. ഞാൻ പെങ്ങളല്ലേ ഇരിക്കുന്നത്, അമ്മമ്മല്ലേ? പെണ്ണമ്മയാണ്. നല്ല വചനത്തിലൊക്കെ തീട്ടമുള്ളതാ. 60 കൊല്ലം മുമ്പ് ശാരോനി പഠിച്ചതാ ബൈബിൾ സ്കൂളിൽ. ഇപ്പം ഇങ്ങനെ പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശ്രേഷ്ഠരായ അനേക കർത്തൃദാസന്മാർ, ലോകപരമായിട്ടും വളരെ അറിവുള്ളവരുടെ നാരായ ശൂരനാട് കുഞ്ഞമ്പിള്ള അടക്കമുള്ള പ്രഗത്ഭരായ മൺമറഞ്ഞ പ്രിയപ്പെട്ടവര്. അപ്പോൾ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നവരും ഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ ഇതുപോലെ ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല, ഉണ്ടാക്കാൻ ഒക്കത്തുമില്ല. മറ്റ് പുസ്തകങ്ങളൊക്കെ ഈ ചില കാര്യങ്ങൾ ഈ യോഗ്യമല്ല, യോജിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അത് അവർ പറയത്തില്ല. ചിലര് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും. അവരധികം അതിനെ അറം പറ്റുക എന്ന് പറയാം. അറം പറ്റും. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അറം പറ്റുമെന്ന പണ്ട് ഒരു കവിത കൊണ്ട് പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അടുത്ത വരി യോ കുഞ്ഞാച്ച പറ. പണ്ടിമനൊരു കടിയാൽ പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടെന്ന. പക്ഷെ അത് ഒരു പുലിയെ ആര് കടിച്ചു? പാണ്ടെന്ന. ഞാനതിലെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അറം പറ്റുമെന്ന. അപ്പം അത് അറം പറ്റാതിരിക്കാൻ ചിലരെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക, എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലയോ, തത്തയെ കൊണ്ട് ചെഞ്ചോല കിളിപ്പെണ്ണെ ചെഞ്ചമ്മയെ വരിക നീ എന്തൊരു വിശേഷങ്ങൾ പറവാനുണ്ട് തത്തേ. ഇപ്പൊ തത്തയായിരുന്നു അങ്ങ് പറഞ്ഞോളും. ഇത് തത്തയെ കൊണ്ട് പറയിപ്പിച്ചതല്ല, മാടത്തെ കൊണ്ട് പറയിപ്പിച്ചതുമല്ല, മൃഗങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതുമല്ല. ഇത് ദൈവാത്മ നിയോഗം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ എഴുതിയതായി ഈ സത്യവേദ പുസ്തകം. ഇത് നമുക്ക് ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. പറയാതിരിക്കാൻ തരമില്ല. ഇപ്പം നമ്മുടെ ഇടയിൽ ചില ഉപദേശിമാർക്ക് ഇതെടുത്തുകൊണ്ട് നടക്കുന്നതും ഇതുമായിട്ട് സ്റ്റേജിൽ വരുന്നതും ഒക്കെ ഇപ്പോൾ ഏതാണ്ട് ഇച്ചീച്ചി പോലെ.
അതെ, എല്ലാവരുടെയും കാര്യമല്ല. ഒരു ശുശ്രൂഷയ്ക്ക് സഭയിലാന്നേലും ഇങ്ങനെയുള്ള സദസ്സിലാന്നേലും നിൽക്കുമ്പോൾ വേറെ പുസ്തകമായിട്ട് വരണം. ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ വേറെ പുസ്തകമായിട്ട് വരാത്ത ആൾക്കാർക്ക് അവസരം കൊടുക്കരുത്. ഏത് കൊലകൊമ്പനാന്നേലും അവിടെ പോയി മാറിയിരിക്കാൻ പറയണം. എന്നാ നിങ്ങൾക്കൊരു ചെല്ലി പറഞ്ഞ് അക്ഷരം ചെറുതാണ്, മുടുത്ത അക്ഷരമുള്ള ബൈബിൾ കുമ്പനാട്ടുണ്ട്. ഇതാ നമ്മളെ ഇതുവരെ കൊണ്ടുവന്നത്. ഇതിനെ വേണം ഉയർത്താൻ. ആട്ടെ, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം, ആ പുസ്തകത്തിലെ ഓർപ്പിച്ചുള്ള 2 ഭാഗം 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാരെഴുതി. അവരെല്ലാം പല വിഭാഗത്തിൽപ്പെട്ടവരാ. പക്ഷേ എല്ലാവരിലും വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതെ, ഇങ്ങനെയുള്ള ഈ പുസ്തകത്തിലെ ചരിത്ര പുസ്തകങ്ങളാണ് നമുക്കറിയാം. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ഈ സത്യവേദ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതാ ഇതിലെ പ്രധാന വിഷയം അതാ. ഒരു വാക്യം ദൈവദാസനെ ഒന്ന് വായിച്ചു. അറിവുള്ള വാക്യമാ, തീത്തോസ് 2:11. എല്ലാവർക്കും മനപ്പാടമാ, എങ്കിലും വായിക്കുന്നത് ഉചിതമാ. ഞാൻ ആരാ വായിച്ചു തരുന്നേ? ദൈവദാസൻ വായിച്ചാട്ടെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായി കിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഞാൻ വേദപുസ്തകം നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഈ വേദപുസ്തകം ഞാൻ വായിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ചില ആൾക്കാര് എന്നെ പറ്റി പറയുന്നത് അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുമെന്ന്. എടാ, എൻ്റെ വായി വരുന്നത് എന്നതാന്നായി വായിപ്പിക്കുന്നത്. ജോൺസൺ മാസ്റ്റർ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. കേട്ട് കാണും, നിങ്ങളോടും പറഞ്ഞു കാണും. ഏതേലും അയാൾ വായി വരുന്നതെല്ലാം വിളിച്ച് പറഞ്ഞേച്ചേ. അപ്പൊ വായി വരുന്നത് തന്നെ ഈ വായിപ്പിക്കുന്നത്. അത് വേറെ പുസ്തകത്തിൽ നിന്നാണ് വായിപ്പിക്കുന്നത്. ഇത് പറയാനാ വന്നത്. ഒന്നുകൂടെ വായിച്ചു കേക്കട്ടെ എല്ലാരും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. എന്നെ കേൾക്കുന്ന പ്രിയരെ, വേറെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്തെന്നറിയാമോ? മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇന്ന് രാത്രി രക്ഷിക്കുവാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒരേ ഒരു വ്യക്തി, നസറയനാകുന്ന യേശുക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടും ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ഒരേ ഒരു വ്യക്തി, അത് നസറയനാകുന്ന യേശുക്രിസ്തു. ചില ആൾക്കാർ ധരിച്ചിരിക്കുന്ന യേശുക്രിസ്തു മാത്രം പോരാ, വേറെ വലുതുമൊക്കെ വേണമെന്ന്. കൊലോസ്യർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. തത്വജ്ഞാനം ഫിലോസഫി പഠിച്ച ഒത്തിരി ആൾക്കാർ കൊലോസ്യ പട്ടണത്തിലുണ്ടായിരുന്നു, സഭയ്ക്കകത്തും കയറി. അപ്പൊ പറഞ്ഞു യേശു മാത്രം പോരാ, തത്വജ്ഞാനം വേണം, പിന്നെ വകുപ്പുകൾ വേണം. അന്നേരം പൗലോസ് പറഞ്ഞു, 1:17 വായിച്ച ദൈവദാസനെ. 1:17 കൊലോസ്യ ലേഖനം. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. മതി. അവൻ സർവത്തിനും മുമ്പുള്ളവൻ. അടുത്തത് ഒന്നുകൂടെ വായിച്ചു. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. എല്ലാത്തിനും ആധാരം യേശുക്രിസ്തുവാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തു ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. യേശുക്രിസ്തുവിനെ ഏറ്റെടുത്താൽ നിനക്ക് രക്ഷയാ. യേശു ഉണ്ടെങ്കിൽ അവൻ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. നീ അധികം ധനിയാകാൻ നിധിയാ തീയിൽ ഊതി കഴിച്ച പോൻ മതിയാ. നീ അധികം ധനിയാകാൻ നിധിയാ തീയിൽ ഊതി കഴിച്ച പോൻ മതിയാ. ഭൂമിൽ ക്രിസ്തു ഉള്ളവനെ പോലെ
സകലതുമുണ്ട്. അവിടുന്ന് സകലത്തിന് മുമ്പൻ, അവിടുന്ന് സകലത്തിന് ആധാരം. ജീവിതത്തിൽ ഒന്നും നേടിയില്ലെങ്കിൽ, ഒന്നും ലഭിച്ചില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിത, സുഹൃത്ത്, മാതാവേ, പിതാവേ, യേശു ക്രിസ്തു ജീവിതത്തിലുണ്ടെങ്കിൽ നിനക്ക് രക്ഷയാ. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. പ്രതിപാദ്യ പുരുഷൻ നമ്മൾ ഓർപ്പിച്ചല്ലോ, നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി. നസറയനാകുന്ന യേശു ക്രിസ്തു, ദൈവത്തിന് മഹത്വം. ആരാ യേശു ക്രിസ്തു? ധാരാളം കാര്യങ്ങൾ തെളിയിക്കൊണ്ടത് വായിച്ചങ്ങ് വിട്ടേക്കാം. ആ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും, മുമ്പേ വായിച്ച കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ടും, തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ടും. ഇപ്പം 3 വായിരും, പിന്നെ സമയമുണ്ട് 2-3 കൊണ്ട് തരാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. നിന്റെ പാപം മോചിക്കുന്നവനായ യേശു, നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന രക്ഷിക്കുന്നവനായ യേശു മാത്രമാണോ നമ്മെ സ്നേഹിക്കുന്നവനായ യേശു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, വിടുവിക്കുന്ന, പാപത്തെ മോചിക്കുന്ന നസ്രായനാകുന്ന യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. 5 പൈസ മുടക്കണ്ട, 1 കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പറ, എന്റെ യേശുവേ, എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി എന്റെ ഉള്ളത്തിലേക്ക് വരണം. ആര് പ്രാർത്ഥിക്കും അവരെ രക്ഷിക്കുവാൻ വല്ലഭത്വമുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ പാപത്തെ നോക്കി, നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നവനാ, രക്ഷിക്കുന്നവനാ. കൊലോസ്യ ലേഖനം 1-14 മുതൽ വായിച്ച കർത്തൃദാസനെ, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പിന്നെ അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനും. ഈ കാണുന്ന സകല അണ്ടകടാകടത്തെയും ബ്രഹ്മാണ്ട കോടിനാണത്തെയും നക്ഷത്രബന്ധികളെയും ഈ കാണുന്ന ഭൂചര ഗേചര വസ്തുക്കളെയും നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ, സൃഷ്ടിച്ചവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ആട്ടെ, വ്യാഖ്യാനിക്കുന്ന വാക്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് മനപ്പാടമാ. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 6-15 മുതൽ വായിച്ചു. ഒന്ന് ഹെൽപ്പ് ചെയ്യണ മോനെ, ഒന്ന് അപ്പച്ചനെ പിടി. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത. ഇന്ന് രാത്രി നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് ആരാന്നായി 2-3 വാക്യത്തിൽ വായിച്ചു. ധാരാളം വാക്യങ്ങളുണ്ട്, എല്ലാം ഇപ്പം വായിപ്പിക്കാൻ തുനിയുന്നില്ല. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ. യേശു ക്രിസ്തു നമ്മുടെ പാപത്തെ മോചിക്കുന്നവനാ. അവിടുന്ന് ധന്യനാകുന്ന ഏകാധിപതിയാ. ദൈവത്തിന് മകത സകലത്തിനും ലാക്കും, സകലത്തിന്റെ കാരണഭൂതനും അവനാ. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന ഒരു വ്യക്തിത്വം വേറെ ഇല്ല. കാണും നില്ലി മനുജനിലം നുര ചെയ്ത് താൻ കളിച്ചതല്ലേശം. കാണും നില്ലി മനുജനിലം നുര ചെയ്ത് താൻ മരണമതിൽ വിധി എഴുതിയ ദിവനെ പ്രതി മാത്രം ഭൂമി അത്ഭുതം. മരണമതിൽ വിധി എഴുതിയ ദിവനെ പ്രതി മാത്രം ഭൂമി അത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാസ്തുലം. കുരുടർ കണ്ടു, ചിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരം. കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരം. അതെല്ലിര കൊണ്ടും ബഹുജനമുണ്ടും മൃദുരുയർപ്പുണ്ടും ക്രിസ്തനാ. എല്ലിര കൊണ്ടും ബഹുജനമുണ്ടും മൃദുരുയർപ്പുണ്ടും ക്രിസ്തനാ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാസ്തുലം.
ശ്രദ്ധിക്കുക, ഈ സത്യവേദ പുസ്തകത്തിലെ പ്രധാന വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും അല്ല ഓരോ പുസ്തകത്തിലും ഓരോ അധ്യായത്തിലും സൂക്ഷ്മമായി പഠിച്ചാൽ ധ്യാനിച്ചാൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എല്ലാം യേശു ക്രിസ്തുവാണ് നെടലിക്കുന്നത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യത്തെ 5 പുസ്തകം മോശ എഴുതിയ പുസ്തകമാണ്, നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം, പുറപ്പാട് പുസ്തകം 40 അധ്യായം, ലേവ്യ പുസ്തകം 27 അധ്യായം, സംഖ്യാപുസ്തകം 36 അധ്യായം, ആവർത്തന പുസ്തകം 34 അധ്യായം. ഇതിലെല്ലാം നസറയനെ ആമേൻ കാണാം നമുക്ക്. ദൈവത്തിന് മഹത്വം. ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഓർപ്പിച്ചല്ലോ, ചരിത്ര പുസ്തകങ്ങളാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ. ഈ ചരിത്ര പുസ്തകം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ചരിത്രമല്ല. ഈ വേദപുസ്തകത്തോട് ബന്ധപ്പെട്ട് ദൈവജനത്തിന്റെ ചരിത്രമാണ്. നമുക്കറിയാം, എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ഓർപ്പിച്ചല്ലോ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ആ 1-ാം അധ്യായത്തിലാണ് ഈ ലോകത്തിന്റെ സകല ചരിത്രവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൃഷ്ടിവൃത്തം, ഈ കാണുന്ന അണ്ടകടാകത്തെ, ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെ, നക്ഷത്രപംക്തികള്, പൂജരഗജര വസ്തുക്കള്, മൃഗസഞ്ചയങ്ങള് എന്ന് പറഞ്ഞ വാനഗോളങ്ങള്, ഭൂമിയിലെ ജലജന്തുക്കൾ, ഇതെല്ലാം കൂടെ ഓരോ അധ്യായത്തിൽ ഒതുക്കി. ഒറ്റ അധ്യായത്തിൽ ഒരു കണക്ക് പറഞ്ഞ 35,000 എണ്ണത്തിൽപ്പെടുന്ന ജീവികളുണ്ടെന്ന. ഇതെല്ലാം ഓരോ അധ്യായത്തിലാണ്. അത് ജലജന്തുക്കളും ഇടജാതികളും മൃഗജാതിയും എല്ലാം. നക്ഷത്രങ്ങളാണ് വാരി വെതറിയിട്ടിരിക്കുക കോടിക്കണക്കിന്. ഇപ്പോഴും മുദ്രയിട്ട് മാറ്റി വെച്ചിരിക്കുക, കണ്ടുപിടിച്ചിട്ടില്ല ആരും. എവിടെയെങ്കിലും ഒരു തുമ്പോ തുരുമ്പോ കാണുമ്പോൾ ഉടനെ പേപ്പറിലൊക്കെ വരുന്ന കണ്ടെന്ന് എന്തോന്നുക. ഇനി കോടിക്കണക്കിന് മാറ്റിയിട്ടിരിക്കുക ദൈവം. തന്നെയല്ല, ദൈവത്തിൻ്റെ സർവജ്ഞാനം ഇതിനെല്ലാം പേര് വിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സഭയിലെ ആൾക്കാരുടെ എല്ലാം പേര് പോലും ഒന്നും അറിയത്തില്ല. ടൗൺ സഭയൊക്കെ ചോദിച്ചു മേടിക്കും, പക്ഷെ ഉള്ളതിൻ്റെ പേരൊന്നും 2-3 പേരുടെ പേരറിയാം. അവറാച്ചായനും ചാക്കോച്ചായനും തോമാച്ചായനും ഇച്ചിരി ജോർജ് കുട്ടി ഉള്ളവരാണ്. അവരുടെ പേരല്ല ഞാൻ എന്നെയും പ്രതിയാക്കിയായി പറയുന്നേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം ചിന്തിക്കുക, മനസ്സിലായിട്ട് എന്നെ എടുക്കാനാണ്, അല്ല എന്തേലും എടുക്കല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്നെ പ്രതിയാക്കിയാ പറഞ്ഞേ. നമുക്ക് എല്ലാവരുടെയും ഒന്നും പേര്, ഞാനൊരു അമ്മയോട് ചോദിച്ചു, എത്ര മക്കൾ? 13 പേരെന്നെ. ആ പേരെല്ലാം തെറ്റുകയാണ്. അമ്മ പ്രസവിച്ച മക്കളുടെ പേര് പോലും തിട്ടമല്ല, കുറ്റമല്ലി പറഞ്ഞത്. ഇത് മനുഷ്യൻ, അതിനൊക്കെ പരിമിതിയുണ്ട്. പക്ഷേ ദൈവം നക്ഷത്രങ്ങൾക്ക് മുഴുവൻ പേരിട്ടിരിക്കുക. കോടിക്കണക്കിന് നക്ഷത്രങ്ങളാ. പണ്ട് നാമം ജപിക്കുമ്പോൾ ഒരു പ്രയോഗം ഇങ്ങനുണ്ട്: നക്ഷത്രപംക്തികളും ഇന്ദു പ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു. അപ്പൊ നക്ഷത്രപംക്തികള്, അപ്പൊ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ വാരി വെതറിയിട്ടിരിക്കുക. അതിനെല്ലാം പേര് വിട്ടിട്ടുണ്ട്. അതാ സർവജ്ഞാനിയായ ദൈവം. ദൈവത്തിന് മഹത്വം. ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്രക്കൂട്ടങ്ങള്, ഈ കാണുന്ന ഭൂജരഗജര വസ്തുക്കൾ സകലതും ദൈവം സൃഷ്ടിച്ചു. വനങ്ങളപ്പം എന്താണ് മൃഗങ്ങൾ, നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറി തുടച്ചത്തിൽ.
സകലത്തെയും ദൈവം സൃഷ്ടിച്ചത് ഒറ്റ അധ്യായത്തിൽ നിർത്തി. ഉൽപ്പത്തി പുസ്തകം. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റ അധ്യായം കൊണ്ട് ഈ സകല കാണുന്നതിന്റെ മുഴുവൻ ചരിത്രം ഒതുക്കി. എന്നാൽ എന്നേക്കാൾ അറിവുള്ള ബഹുമാന്യ കർത്തദാസന്മാർ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ, അല്ല 11-27 മുതൽ 50-ാം അധ്യായം വരെ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്. ഉൽപ്പത്തി 11-27 അബ്രഹാമിനെ പറ്റി കാണുന്ന ഒന്ന് വായിച്ചു. അതിൽ വായി വരുന്നതെല്ലാം പറയുമെന്ന് പറയുന്നവർക്ക് വായിച്ചു കൊടുക്ക. 11-27 താഴെ. തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രഹാമിനെയും തേരഹ് അബ്രാമിനെയും. മതി. അപ്പോൾ തേരഹ് അബ്രാം എന്ന വ്യക്തിയെ പറ്റി ആദ്യം കാണുന്നത് 11-27. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ 11-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്. ഏതാണ്ട് 39 അധ്യായം അല്ലയോ? 39 അധ്യായം. 39 അധ്യായത്തിൽ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്. ആ കുടുംബത്തിൽ പ്രധാനമായി 4 വ്യക്തികൾ: അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ്. എന്റെ ഭാഷയാ, ഒരു കുടുംബത്തിന്റെ ചരിത്രം പറയുവാൻ ദൈവം 39 അധ്യായം എടുപ്പിച്ചു. എന്നാൽ ഈ കാണുന്ന സകല അണ്ടകടാകത്തിന്റെ ചരിത്രം പറയാൻ ഒറ്റ അധ്യായം. ആ അധ്യായം മൊത്തവും ഇല്ല. എന്താ ഇതിനകത്തെ പാഠം ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി, ഞാനങ്ങ് പറയാം. ദൈവത്തിന് ലോകചരിത്രം പറയുന്നതിലും കേൾക്കുന്നതിലും ഇഷ്ടം തന്നെ ആരാധിക്കുന്നവന്റെ ചരിത്രമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ഭജിക്കുന്ന എന്റെയും നിന്നെ ചരിത്രത്തിനാ ദൈവത്തിന് താല്പര്യം. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ള ഈ ചരിത്ര പുസ്തകം, അതില് ഇസ്രായേലിന്റെ ചരിത്രം, അതാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ഇസ്രായേലിന്റെ ചരിത്രമാണ്. നമുക്കറിയാം, ഇവരുടെ ചരിത്രം ആരംഭിക്കുന്ന മുമ്പേ ഓർപ്പിച്ചില്ലേ, അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഏത് ദൈവം? തേജോമയനായ ദൈവം. ആ 7:1 വായിച്ചേ ദൈവദാസനെ. അപ്പോസ്തല പ്രവൃത്തി 7:1. ഉൽപ്പത്തിയിൽ അങ്ങനെ പ്രയോഗമില്ല. അപ്പോസ്തല പ്രവൃത്തിയിലെ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ ആ പ്രയോഗം കൊടുത്തിട്ടുണ്ടല്ലോ, ഏത് ദൈവമാണ് ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ പറഞ്ഞത്. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പി. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ നിന്ന് വന്ന് പാർക്കും മുമ്പ്, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി. മെസൊപ്പൊത്താമിയയിൽ വേറൊരു കക്ഷി ഉണ്ടായിരുന്നു, പേര് ആവർത്തനം 23:3 വായിച്ചോ. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചോ. ആവർത്തനം 23:3 പെട്ടെന്ന് വായിച്ചോ. കണ്ണിക തുടങ്ങുന്നിടത്ത് പേടിക്കൊന്നും വേണ്ട, പതുക്കെ വായിച്ചാൽ മതി. ഞാൻ ഇപ്പൊ എങ്ങും പോകുക. ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10-ാം തലമുറ പോലും ഒരു നാൾ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അടുത്ത വാക്യം: നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്ന് എതിരേൽക്കായ കൊണ്ടും നിന്നെ ശപിപ്പാൻ അവർ മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബയോരിന്റെ മകനാകുന്ന ബിലെയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിച്ചു. മെസൊപ്പൊത്താമിയയിൽ വേറൊരുത്തരുണ്ട്, ബിലെയ. ആമേൻ, സ്തോത്രം. പക്ഷേ ഇവിടെ വേറൊരു വ്യക്തി അബ്രഹാം. അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടു, തേജോമയനായ ദൈവം. ദൈവത്തിന്റെ മഹത്വം. അതെ, ഈ തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അങ്ങനെ ദൈവത്തെ അബ്രഹാം കണ്ടു. അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ ചെറിയ ആളൊന്നുമല്ല. ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള ബൃഹത്തായ മഹത്തായ ഒരു വലിയ കുടുംബത്തിൽപ്പെട്ടയാളാണ് അബ്രഹാം. നമുക്കൊന്നുമില്ലാഞ്ഞിട്ട് കുടുംബത്തിന്റെ ഗീർവാണം ചിലർ പറയാന്ന് കേൾക്കുമ്പം അത് തന്നെ ഉടക്കുക. അബ്രഹാമിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ചെറിയ കുടുംബമല്ല, ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മഹത്തായ കുടുംബമാണ്. മാത്രമാണോ അബ്രഹാം മെസൊപ്പൊത്താമിയക്കാരനാ, സംസ്കാര സമ്പന്നമാണ് മെസൊപ്പൊത്താമിയ. ലോകചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ മെസൊപ്പൊത്താമിയൻ സംസ്കാരം. പിന്നെ മോഹൻജിദാരോ ഹാരപ്പാക്ക നമ്മൾ പഠിച്ച സിന്ധു നദീതട സംസ്കാരമൊക്കെ. പിന്നെ ഇതിൻ്റെ എല്ലാം അമ്മത്തൊട്ടില മെസൊപ്പൊത്താമിയൻ സംസ്കാരം. അപ്പൊ സംസ്കാര സമ്പന്നമായ സ്ഥലത്ത് നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചേ. മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, കൽദയ പട്ടണമായ ഊര്, ടൗണിൽ ജീവിച്ച ആളാ. നമ്മൾ ടൗണിൽ ജീവിച്ചാൽ പിന്നെ ഗ്രാമത്തിലോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ടൗണിലോട്ടാണ് കൂടുതലും. അതെ, മിക്കയിടത്തും അപ്പനും അമ്മയെല്ലാം ഗ്രാമത്തിലാണ്, പിള്ളേരെല്ലാം ഫ്ലാറ്റിൽ. എവിടെ? എറണാകുളത്തെ. എല്ലാവർക്കും ടൗണാണ് ഇഷ്ടം.
പക്ഷെ അബ്രഹാം അങ്ങനല്ല. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് യാത്ര തിരിച്ചു. മാത്രമല്ല അബ്രഹാമിന്റെ ജാതിയെ പറ്റി ഒരു പരാമർശം കൽദയ ജാതിയാണ്. ആർക്കും ഹിതപ്പെടാത്ത, വഴിപ്പെടാത്ത, ആ ഉശിരുള്ള അവൻ സ്തോത്രം ജാതിയാ കൽദയ ജാതി. പക്ഷേ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇതൊന്നും വലുതായിട്ട് കണ്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രത്യക്ഷത കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊന്നും വലുതായിട്ട് തോന്നത്തില്ല. ഇപ്പോൾ ജാതിയുടെ മഹിമയും കുടുംബത്തിന്റെ ശ്രേഷ്ഠതയും വിദ്യാഭ്യാസത്തിന്റെ നിപുണതയും ആമ ശരീരത്തിന്റെ ശ്രേഷ്ഠതയും ഒക്കെ പറഞ്ഞ് പുകഴുന്ന ആൾക്കാരുണ്ട്. പക്ഷേ തേജോമയനായ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് വലുതല്ല. അങ്ങനെ അബ്രഹാം ഇറങ്ങി. നമുക്കറിയാം അബ്രഹാമിൽ നിന്ന് ഈ ജാതി ജനത ഉത്ഭവിച്ചു. അധികം വിവരിക്കുന്നില്ല. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് യോസേഫ്. ഈ യോസേഫിന്റെ കാലത്ത് ഇവർ മിസ്രൈമിലെത്തി. ഉൽപ്പത്തി പുസ്തകം 46-27, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും, ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യമൊക്കെ പഠിക്കുമ്പോൾ 70 പേര് വന്നെന്ന. എന്നാൽ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ പ്രവൃത്തി 7:14 75 പേര് വന്നെന്ന. ഇവര് മിസ്രയീമിൽ എത്തി. ഗോശൻ ദേശം ഇവർക്ക് കൊടുത്തു. അങ്ങനെ ദേശത്ത് പാർത്തു. ഒടുവിൽ ദൈവം തമ്പുരാൻ ഇവരെ ആ ദേശത്ത് വർദ്ധിപ്പിച്ചു. എന്തിനേറെ യോസെഫിന്റെ കാലത്താണ് ഇവർ മിസ്രയീമിലെത്തിയത്. അവരന്ന് എണ്ണത്തിൽ കുറവാ, ആള് ചുരുങ്ങിയവരാ. അത് യാക്കോബ് തന്നെ ഒരിക്കൽ പറയുന്നുണ്ടല്ലോ, തൻ്റെ 2 പിള്ളേര് ദോഷം ഒപ്പിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ പറയുന്നൊരു പദമുണ്ട്. 34:30 വായിച്ചേ. ഉൽപ്പത്തി 34:30. അപ്പോൾ യാക്കോബ് ശിമെയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിശരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. അടുത്ത പദം, ഞാൻ ആൾ ചുരുക്കമുള്ളവനും അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി. അല്ല, ഒന്നുകൂടെ വായിച്ചേ. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ, അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി. അപ്പോൾ ആൾ ചുരുക്കമുള്ളവരാ. പക്ഷെ ദൈവം ഇവരെ വർദ്ധിപ്പിച്ചു. ആ ഭാഗമൊക്കെ നമുക്ക് ഒടുവിൽ മിസ്രയീമിൽ നിന്ന് ദൈവം ഇവർക്കൊരു പുറപ്പാട് കൊടുത്തു. ചരിത്രഭാഗം എല്ലാം പറയുന്നില്ല, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇതെല്ലാം മനപ്പാഠമാണ്. മോശയെ കൊണ്ട് ദൈവം തന്നെ ജനത്തെ പുറപ്പെടുവിച്ച് മിസ്രയീമിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിച്ചു. അങ്ങനെ മിസ്രയീമിലെ റമസേസിൽ നിന്ന് ഇവരെ സുക്കോത്തിലോട്ട് യാത്ര പുറപ്പെട്ടു. ചെങ്കടൽ കടന്നു. ആദ്യം കുഞ്ഞാടിനെ ഇറത്ത് ചോരത്തളി ആചരിച്ചു. ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ പ്രയാണം ചെയ്ത് ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 12 ഇടങ്ങളിൽ വെച്ച് പിറുപിറുത്ത് 10 സ്ഥലത്ത് വെച്ച് ശിക്ഷ നടത്തി. എണ്ണി തിട്ടമെടുത്തിയതിൽ 2 പേരൊഴികെ ശിഷ്ടമുള്ളവർ പട്ടു, ശേഷമുള്ളവർ കനാനിലേക്ക് പോകുക. 2 സ്ഥലത്ത് വെച്ചാണ് ഇവരെ എണ്ണിയത്. സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. 26:1. ഇന്ന് ദൈവദാസന്മാരെ ഒന്ന് സഹായിക്കും. ബാധ കഴിഞ്ഞ ശേഷം മോശയോടും പുരോഹിതനായ അഹ്റോന്റെ മകൻ എലയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രമായി എണ്ണി തുക ബാധ കഴിഞ്ഞ ശേഷം എണ്ണണം. അപ്പൊ അതിന് മറുവശം ഉണ്ടെന്തുവാ, ബാധയ്ക്ക് മുമ്പ് വന്നെണ്ണണം. അപ്പൊ എണ്ണിയത് 2 സ്ഥലത്ത് വെച്ച് 2 ഘട്ടം. ബാധയ്ക്ക് മുമ്പും ബാധയ്ക്ക് ബാധ എന്നതാ. ആരാണ്ടൊരിക്കൽ പറഞ്ഞു എന്തോ ഇതൊരു ബാധയാണ്. ബാധയ്ക്ക് മുൻപും ബാധയ്ക്ക് ശേഷവും. സംഖ്യ 25 പഠിക്കുമ്പോൾ ആ വിഷയം നമുക്ക് കാണാൻ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. ബിലിയാമിന്റെ ആലോചനയാൽ ജനം വഴിവിട്ട് പോയി മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് പ്രമാണം തെറ്റിച്ചപ്പോൾ ബാധ ഇവരെ പിടികൂടി. ഒടുവിൽ ഫിനേഹാസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവൻ ചില കാര്യമൊക്കെ ചെയ്തപ്പോൾ ബാധ മാറി. ഈ ഫിനേഹാസന്മാര് സഭയ്ക്കകത്തില്ലാത്തതാ. ഫിനേഹാസൊക്കെ ഉണ്ട്. ഫിനേഹാസിനെ എല്ലാം ഒതുക്കി വെച്ചിരിക്കുക. ഇപ്പൊ നിങ്ങൾ ചെല്ലു പറയാ, പക്ഷേ ഞാനും ഒരു ഫിനേഹാസാ, പക്ഷേ എന്നാ ചെയ്യാനാ എല്ലാവരും കൂടെ കൂടി. ഫിനേഹാസ് എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി തീക്ഷണതയോടെ നിന്നു. അങ്ങനെ ബാധ മാറി. അതിനെപ്പറ്റി എഴുതിയേക്കുന്നത് ബാധ കൊണ്ട് മരിച്ചു പോയവര്, പട്ടുപോയവര് 24,000 എന്ന 8-ാം വാക്യത്തിൽ അല്ലയോ. ഒന്ന് വായിച്ചേ. 25:8 9. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. ബാധ കൊണ്ട് മരിച്ചുപോയവര് 24,000. പക്ഷേ പൗലോസ് ഈ വിഷയം പുതിയ നിയമത്തിൽ കൊടുക്കുമ്പോൾ 23,000 എന്നാ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇതൊക്കെ നമുക്ക് അറിവുള്ള വാക്യമാണ്, എങ്കിലും ഒന്ന് വായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 8.
അവരിൽ ചിലർ ആ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 അപ്പോൾ പൗലോസ് ഈ വിഷയം എടുത്ത് പറയുക 23,000. ശരി, സംഖ്യാപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് 24. അതെന്നാ വ്യത്യാസം? 1000 വ്യത്യാസം. അതിന് ഇത്രയും വർഷം കഴിഞ്ഞല്ലേ അല്ലയോ? പൗലോസിന് മാത്സിന് വളരെ പുറകോട്ടാണ്. സംഖ്യാപുസ്തകത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് 24,000. ഈ വിഷയം പൗലോസ് എടുത്തപ്പോൾ 23,000. അത് ആ വാക്യം വായിക്കുമ്പോൾ അതിന്റെ ആൻസർ അവിടെ ഉണ്ട്. ഒന്നുകൂടെ വായിച്ചേ, 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അവരിൽ ചിലർ പരസംഗം ചെയ്ത ഒരു ദിവസത്തിൽ അപ്പോൾ ഒരു ദിവസം പട്ട കണക്കാ പൗലോസ് പറഞ്ഞേക്കുന്നത് 23,000. ടോട്ടൽ കണക്കാ സംഖ്യാപുസ്തകത്തിൽ 24. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ബാധ കൊണ്ട് മരിച്ചുപോയി. ഞാൻ ആ ഭാഗത്ത് സിമ്രി, ആ പയ്യന്റെ പേര് സിമ്രി, പെങ്കൊച്ചന്റെ പേര് ഹോസ്ബി, രണ്ടുപേരും കൂടെ ഹോസ്ബി, അതാ നല്ലത്. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ ആരും ഒന്നും ഗൗനിച്ചില്ല, മറുപടി പറഞ്ഞില്ല. പക്ഷേ ഫീനാഗാസ് എഴുന്നേറ്റ് യഹോവയ്ക്ക് വേണ്ടി തീക്ഷണതയോടെ ഇടപെട്ടു. ബാധ എങ്ങനെ മാറി? ബാധ കഴിഞ്ഞപ്പോൾ എണ്ണാൻ പറഞ്ഞു. അപ്പൊ സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ 2 സ്ഥലത്ത് വെച്ച് എണ്ണി. ഒന്ന് ബാധയ്ക്ക് ശേഷവും 2 ബാധയ്ക്ക് മുൻപും. ഇനി 26-ന്റെ 63,000. ഞാനിത് നമ്മുടെ സെൻട്രൽ കൺവെൻഷനും ഇവിടെ കൂടിയിരിക്കുന്നെല്ലാം ദൈവമക്കളായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലയിൽ ഇന്ന് രാത്രി വചനം പറയുന്നത്. യെരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലയാസർ എണ്ണിയവരെ ഇവര് തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞ എന്റെ അച്ഛാ, എണ്ണിയവരുടെ കൂട്ടത്തിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ എണ്ണിയ പുള്ളിയില്ല. ആദ്യം എണ്ണിയത് മോശയും അഹരോനും. രണ്ടാമത് എണ്ണിയപ്പോൾ അഹരോൻ ഇല്ല, എലയാസറാ. നീ എല്ലാരും എണ്ണുന്ന കൊള്ളാം, പക്ഷേ നീ നിന്നെ ഒന്ന് എണ്ണണം. അല്ല, നമ്മളെ എണ്ണണ്ടായോ? ഞാൻ എപ്പോഴും പറയും നമ്മളെ ഒന്ന് എണ്ണുന്ന നല്ലതാ. ആ 90-ാം സങ്കീർത്തനം 12 ഒന്ന് വായിച്ചു. നമുക്കറിവുള്ള വാക്യമല്ലേ 90-12. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. നാളുകളൊന്നും എണ്ണുന്ന നല്ലതാ. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും നാളുകൾ, ദിവസങ്ങൾ എണ്ണണം. എത്ര ദിവസമായി ഭൂമി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്? അല്ലാത്തതെല്ലാം ഞാനും നിങ്ങളും കുത്തിയിരുന്ന് എണ്ണുമല്ലോ. ഇതുകൂടെ ഒന്നും എണ്ണുന്ന നല്ലതാ. എത്ര ദിവസമായി നീ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഈ സങ്കീർത്തനത്തിൽ 70 ഏറെയായാൽ 80 എന്നൊരു പ്രയോഗമുണ്ട്. ഇത് കേൾക്കുമ്പോൾ 80 കഴിഞ്ഞവർക്ക് വെപ്രാളോ, നമ്മുടെ കാര്യമൊന്നുമല്ല പറഞ്ഞേക്കുന്നത്. ഇത് ചിലരോട് ചോദിക്കല്ലേ, അച്ചായ എന്തോ അഭിപ്രായം? കർത്താവ് പറഞ്ഞ സമയം പിന്നെ ചെല്ലു പറയാറുണ്ട്, പറഞ്ഞ സമയം കഴിഞ്ഞു. മോശ ഇത് പറയുമ്പോൾ മോശയ്ക്ക് 120 അടുക്കുന്നല്ലോ. പുതിയ നിയമത്തിൽ ഹന്ന എന്നൊരു പ്രവാചകനുണ്ടല്ലോ. ഈ ദീർഘായുസ് എന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കുന്ന ആയുസ് പൂർത്തീകരിക്കുന്നതാ ദീർഘായുസ്. അത് 20 ആന്നേലും 30 ആന്നേലും 50 ആന്നേലും 100 ആന്നേലും 110 ആന്നേലും. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് കയറുന്നില്ല. ആട്ടെ, ഞാൻ വിസ്താര ഭയത്താൽ ഇപ്പം അത് വിടുക. ചില പുസ്തകം എഴുതുമ്പോൾ പറയില്ലേ വിസ്താര ഭയം കൊണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാളുകളെ നമ്മളൊന്ന് എണ്ണുന്ന നല്ലതാണ്. എങ്ങനെയാണ് നമ്മുടെ നാളുകള്? ഒരു സെക്കൻഡ് ഇതാ 60 സെക്കൻഡ് കൂടുന്നതാണ് ഒരു മിനിറ്റ്. 60 മിനിറ്റ് കൂടുന്നതാ ഒരു മണിക്കൂർ. 24 മണിക്കൂർ കൂടുന്നതാ ഒരു ദിവസം. 7 ദിവസം കൂടുന്നതാണ് ഒരു ആഴ്ച. ന്യായമായ ഒരു കണക്ക് 4 ആഴ്ച കൂടുന്നതാ ഒരു മാസം. 12 മാസം കൂടുന്നതാ ഒരു
വർഷം 365 ദിവസം 365 എടുത്തു, അത്രയും ദിവസം ആ ഒരു വർഷം. അപ്പം 80 വർഷം ന്യായമായ ഒരു കണക്കാണ് ജോൺസൺ പാസ്റ്റർ. 80 വർഷം ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ എത്ര ദിവസം ജീവിക്കും? 80 ഏതാണ്ട് 29,200 ദിവസം. ഒന്ന് അങ്ങനല്ലയോ? 29,200. അച്ചാനക്ക് അതൊക്കെ കഴിഞ്ഞു. ദൈവം ദീർഘായുസ് തന്നല്ലോ, ദൈവത്തിന് മഹത്വം. 29,200 ദിവസം. അതെ, 80 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നാളുകൾ എണ്ണിയാൽ 29,200 ദിവസം. നമുക്ക് കണക്കൊന്ന് തയ്ക്കാൻ ഒരു 30,000 എടുത്തേക്കാം. കണക്ക് അതിനെന്നാ പറയുന്നത്? എന്തുവാ? റൗണ്ട് ചെയ്യുക. എനിക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ലെന്നല്ല, എനിക്ക് അറിയത്തില്ല. അപ്പൊ റൗണ്ട് ചെയ്യുമ്പോൾ ഒരു 30,000 ദിവസം. ഈ 30,000 ദിവസം എടുത്ത ന്യായമായ ഒരു കണക്ക് പറയാം. സാധാരണ ഡോക്ടർമാരും ആതുര ശുശ്രൂഷ രംഗത്തുള്ളവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതും പറയുന്നതും നിർബന്ധമായി പറയുന്ന കാര്യം കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ്. അങ്ങനല്ലേ? 8 മണിക്കൂർ. ഒരു ദിവസം 24 മണിക്കൂറാണ്. അപ്പൊ അങ്ങനെ 8 മണിക്കൂറാകുമ്പോൾ 1/3. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 30,000 ദിവസത്തിന്റെ കണക്കെടുത്താൽ 80 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ 30,000 29,200 ആയെങ്കിലും 30 റൗണ്ട് ചെയ്യാന് 30,000 എടുത്ത് കഴിയുമ്പോൾ 1/3 ഉറങ്ങുക. അങ്ങനെയാണെങ്കിൽ 30,000 ദിവസത്തിൽ ഉറങ്ങി തീർക്കുന്ന എത്ര ദിവസമാണ് ജോൺസൺ പാസ്റ്ററെ? 10,000 ദിവസം. 10,000 ദിവസം ഉറങ്ങി തീർന്നു. തികയാഞ്ഞിട്ട് പിന്നെയും വന്നിരുന്ന് ഉറങ്ങുക. ഇല്ലേ? നോക്കിക്കേ, അങ്ങോട്ട് നോക്ക്. അവിടെ മാത്രമാണോ? ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നവരുണ്ട്. അപ്പോൾ അതിലെ 30,000 ദിവസത്തിൽ 10,000 ദിവസം ഉറങ്ങി തീരുക. നമ്മുടെ നാളുകളെ എണ്ണണം. ഞാനൊരിക്കൽ ഒരു സഹോദരൻ ചോദിച്ചു, ബ്രദറെ എത്ര നേരം ഭക്ഷണം കഴിക്കും? അപ്പം ഞാൻ ധരിച്ചു അവനെ 2 നേരം അല്ലേ 3 നേരം പറയുമെന്നാ ഞാൻ ധരിച്ചത്. അവൻ പറഞ്ഞു 4 നേരം കഴിക്കും, പിന്നെ കിട്ടുമ്പോഴെല്ലാം കഴിക്കുമെന്ന് പറഞ്ഞു. ഈ ആയുർവേദം ഒക്കെ പറയുന്നത് 1 നേരം കഴിക്കുന്നവൻ യോഗിയാന്ന, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി. മിക്കവാറും നമ്മൾ 4ാമത് പറഞ്ഞ ഇനത്തിൽ പെടാനാ സാധ്യത. എത്ര പേര് ആ ദ്രോഹിക്കുന്ന? ഭാര്യയെ ദ്രോഹിച്ച് കാപ്പി കൊണ്ടുപോയി ചമോളി കാപ്പി, കാപ്പി, ചായ, ട്രെയിനിൽ പോകുമ്പോൾ ചായ, കണ്ടമാനം ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ 3-1 ഉറങ്ങിത്തീരുക. ഈ 4 പ്രാവശ്യം അല്ലെ 3 പ്രാവശ്യമൊക്കെ കണക്കെടുത്തേ 5,000 ദിവസം ചാപ്പാടിന് ന്യായമായ. നമ്മുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ചെന്ന് അതിന് ദൈവവചനം പ്രസംഗിക്കാൻ അധികം സമയമൊന്നും വീട്ടുകാർ വിളിക്കുമ്പോഴേ പറയാം, പാസ്റ്ററെ അവരോട് പറഞ്ഞേക്കണം അധികം ഒന്നും പ്രസംഗിക്കരുത്, 15 അല്ലെങ്കിൽ 20 അങ്ങേയറ്റം പോയാൽ അരമണിക്കൂർ. അത് വലിയ പുള്ളിക്കാർ വന്നെങ്കിൽ അരമണിക്കൂർ കൊടുക്കുകയുള്ളൂ. എല്ലാം കൂടെ 1 മണിക്കൂർ പോലും ദൈവവചനം പ്രസംഗിക്കത്തില്ല. പിന്നെ ബാക്കി മറ്റു കാര്യങ്ങളാണ് കൂടുതലും. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലേലും ഒരു കാര്യം പറയാം, വിവാഹ ശുശ്രൂഷയാന്നേലും മരണവീട്ടിലെ ശുശ്രൂഷയാന്നേലും വേർപെട്ട ദൈവമക്കളുടെ ഏത് ശുശ്രൂഷയാന്നേലും ദൈവവചനം പ്രസംഗിച്ച് വേണം നടത്താൻ. അത് നന്നായിട്ട് പറയണം, നല്ലതുപോലെ പറയണം. എന്തിനാ എല്ലാവരും കൂടെ കിടന്ന് പ്രസംഗിക്കുന്ന? ഒരാൾക്ക് കൊടുത്താൽ പോരെ? ഒരു പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന്, ചെറുക്കൻ്റെ ഭാഗത്തു നിന്ന്, പിന്നെ വേറെ ഭാഗത്തു നിന്ന്, പിന്നെ അവരുടെ സെപ്പറേറ്റ് ഭാഗത്തു നിന്ന്. എന്തിനാ നിങ്ങളെല്ലാം ഇങ്ങനെ? ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കേ, അവർ നന്നായിട്ട് ദൈവവചനം കാര്യകാരണ സഹിതം പറയട്ടെ. ഇതൊന്നും പറഞ്ഞാൽ ഒന്ന് ഏക്കുകയല്ല. മരണ വീട്ടിൽ ഒരാൾ നന്നായിട്ട് ദൈവവചനം പറയാൻ കൊടുക്കേ. ഇത് അനുശോചനം പറഞ്ഞ് ഞാനും അതിൽ ഞാനും പ്രതിക. ഒരു ശവടക്കണി ഞാൻ കുറച്ചു നേരം ഇടുന്നു, 330 പേരെ എണ്ണി അനുശോചനം പറയുന്നതെല്ലാം തന്നടി പിന്നടി. ഇത് അപ്പച്ചൻ എനിക്കറിയാം, അപ്പച്ചൻ അങ്ങനെയാണ്, അപ്പച്ചനെ അടുത്തറിയാവുന്നവർക്ക് അറിയാം, അപ്പച്ചൻ
ദൈവവചനത്തിനാ പ്രാധാന്യം. അവൾ വിവാഹ ശുശ്രൂഷയാന്നേലും ഏത് ശുശ്രൂഷയാന്നേലും എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് ഇതിനാ പ്രാധാന്യം. ഇതിന്റെ കീഴിലാ ബാക്കി മുഴുവൻ ശുശ്രൂഷ. ദൈവവചന ശുശ്രൂഷയുടെ കീഴിലാണ് ബാക്കി മുഴുവൻ ശുശ്രൂഷ. ഇതിനാ പ്രാധാന്യം. അപ്പൊ ഇതിപ്പം വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ല. കാരണം ശൗമേൽ 3:1 എന്തുവാ വായിച്ചേ? 6 വാക്യമാ, വായിച്ചോ. ശൗമേന്റെ 1-ാം പുസ്തകം 3:1 പെട്ടെന്ന് വായിച്ചു. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. പിന്നെ 4:1 വായിരുന്നു. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിലും വന്നിട്ട്. ശമൂവേലിന്റെ കാലത്ത് വചനം ദുർലഭമാ, പക്ഷെ ശമൂവേൽ വചനം പറഞ്ഞു. ശമൂവേലിന്റെ കാലത്ത് വചനം ദുർലഭമാണ്. വചന ശുശ്രൂഷയ്ക്ക് സമയമില്ല, വചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യവും കൊടുക്കുന്നില്ല, വചന ശുശ്രൂഷയ്ക്ക് ആരും അങ്ങനെ വലിയ താല്പര്യവുമില്ല. പക്ഷെ ശമൂവേൽ വചനം പറഞ്ഞു. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിലും വന്നിട്ട് ദാൻ മുതൽ ബേർശേബ വരെ 2 അതിര ശമൂവേൽ നന്നായിട്ട് വചനം പറഞ്ഞു. മറ്റുള്ള സഭക്കാരും മറ്റുള്ളവരെന്തോ ചെയ്യുന്നു എന്നുള്ളതല്ല നിന്റെ വിഷയം. നിന്റെ വിഷയം ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനമാണ്. ഇതിപ്പോ എന്തായാലും ആരെങ്കിലും ചെയ്ത ഉടനെ അതങ്ങ് പകർത്തുകയല്ലേ. നല്ലതാണോ ചീത്തയാണോ ഒന്നും തിരക്കുകയല്ല. എന്നാൽ ഇതിനകത്ത് കഴമ്പുണ്ടോ, കാര്യമുണ്ടോ, ഗുണമുണ്ടോ, തെറ്റാണോ, ഇതൊന്നും തിരക്കില്ല. ആരായാലും എന്തായാലും കോക്കാൻ ബീച്ച് കാണിക്കും ഉടനെ. ദൈവത്തിന്റെ വചനത്തിനാ പ്രാധാന്യം. വചനമാ നിന്നെ ശുദ്ധീകരിക്കുന്നത്. ഇത് അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാ. ഇത് ഉള്ളിലേക്ക് ശുദ്ധി ചെയ്ത ദൈവത്തിന്റെ വചനമാ. ഇത് അണ്ണാക്കിന് മധുരമാ ദൈവവചനം. ഓപ്പെട്ട വചനം തീ പോലെ പാറകത്തകർക്കുന്ന ചുറ്റികയാ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമതെല്ലാം നിവർത്തിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, വചനത്തെ ഉയർത്തണം. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും. ഓ നിൻ മധുരാമൃത വചനം ഖിന്നതയാകവെ പോക്കും. ഓ നിൻ മധുരാമൃത വചനം ഖിന്നതയാകവെ പോക്കും. ഓ മഹിമയഴും പരമേശ മഹിമേശു മഹേശ മഹിമയഴും പരമേശ മഹിമേശു മഹേശ. അപ്പോൾ ശമൂവേലിന്റെ കാലത്ത് വചനമില്ല, പക്ഷേ ദുർലഭമാ. പക്ഷെ ശമൂവേൽ വചനം പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അത് ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പോൾ വചന ശുശ്രൂഷയ്ക്ക് വലിയ താല്പര്യമൊന്നും ചിലർ കൊടുക്കത്തില്ല. പക്ഷെ ഇത് കഴിഞ്ഞ് പാസ്റ്റർമാരോട് പറയും, പാസ്റ്ററെ 12:30 ആകുമ്പം നിർത്തണം. അത് ന്യായവുമാ. 12:30 നിർത്തിക്കൂ. 12:30 നിർത്തേ, നല്ല കാര്യമാണ്. സ്തോത്രം. ഞാൻ ബഹുമാനരായ ഗായക സംഘത്തോട് എതിരൊന്നുമില്ല. ഞാനും പാട്ട് പാടുന്നൊന്നും അവകാശപ്പെടത്തില്ല, പറയുന്നയാളാ. അതുകൊണ്ട് ദൈവദാസന്മാരൊക്കെ ഉണ്ടല്ലോ, ഗായക സംഘവും പ്രിയ സന്തോഷമൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഒരു അഭിപ്രായമായി ഇഷ്ടമുണ്ട്, നിങ്ങൾ യോജിച്ചാൽ മതി. ഇവരെ നേരത്തെ വിളിക്കുന്നത് അവർ നേരത്തെ മുതലേ പാട്ട് തുടങ്ങുന്നതാണ്. നമ്മളെല്ലാം ചെല്ലുന്നതിന് മുന്നേ അതുങ്ങൾ ഇരുന്ന് പാട്ട് പാടുക. അതുകൊണ്ട് ഈ വിവാഹ ശുശ്രൂഷ ആശീർവാദം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ് പിന്നെ ഇവരെ കൊണ്ട് പാടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അതിന് പല കാര്യമുണ്ട്. അതുങ്ങൾ രാവിലെ മുതൽ പാട്ട് പാടുക. അതിലൊക്കെ ഉപരി നമ്മൾ ഈ വിവാഹ ശുശ്രൂഷ കഴിയുമ്പോഴാണ് ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ നമുക്കും തന്നെയല്ല, ഭക്ഷണത്തിന് ഇരിക്കുമ്പോഴും എന്തെങ്കിലും ഒന്ന് ചോദിക്കാനും ഒക്കെ പ്രായമാണ്. അന്നേരം എല്ലാം കലാമണ്ഡലത്തിൽ ഇറങ്ങിയ പോലെ. ഇല്ലേ? ഒരഭിപ്രായം പറഞ്ഞെന്നുള്ളൂ, താല്പര്യം ഇത് പോട്ടെ. എന്തായാലും കൊള്ളാം. ഭക്ഷണത്തിന് ധാരാളം സമയമെടുത്ത് കഴിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാൽ ഒരു 5000 ദിവസം അതിനങ്ങ് പോകും. പിന്നെ
ഒരുക്കം അത് പറയണ്ടല്ലോ. എന്തോ സമയമെടുത്ത് ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്. ഒരുക്കം, കുളി, ദേവാലയം, ദിനചര്യകൾ, പിന്നെ യാത്ര, പോക്ക്, വരവ്, ഇതിനെല്ലാം കൂടെ ഒരു 10,000 ദിവസം അങ്ങ് തീരും. 10,000 ഉറങ്ങി തീർന്നു. ഒരുക്കവും കുളിയും ദേവാലയവും ദിനചര്യകളും ജോലിയും മറ്റു കൂലിയും മറ്റു കാര്യങ്ങൾക്ക് 10,000. അപ്പോൾ 10 10 20 5,000 ഭക്ഷണം. അപ്പോൾ തന്നെ എത്രയായി? 25. വോട്ട് എത്രയുണ്ട്? നമ്മുടെ നാളുകളെ ഒന്ന് എണ്ണുന്ന നല്ലതാ. നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് സമയം ചെലവാക്കുന്നു? ഞാൻ എന്നെ പ്രതിയാക്കിയാ പറയുന്നത്. ഇതൊക്കെ ഒന്ന് എണ്ണണം. 2 സ്ഥലത്ത് വെച്ച് എണ്ണി. ബാധയ്ക്ക് മുമ്പും ബാധയ്ക്ക് പിൻപ്. ഞാൻ ഇടയ്ക്കത്തെ ഭാഗമെല്ലാം അങ്ങ് വിടുക. ചുരുക്കി പറഞ്ഞാൽ ഇവര് സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. അത് കഴിഞ്ഞ് ഇവരെ ദൈവം തമ്പുരാൻ കനാനിലേക്ക് കൊണ്ടുവന്ന് പ്രവേശിപ്പിച്ചു. ഇടയ്ക്കത്തെ ഭാഗമെല്ലാം വിടുക. ഇവരെ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇവരെ ഭരിക്കാൻ, നിയന്ത്രിക്കാൻ ന്യായാധിപന്മാരെ. ശങ്കർ, ഒക്കിനിയല്, എടംകയ്യനായ യേഹൂദ, ദബോര, ബാരാക്ക്, ഗിദയോന്, ഇബ്താഗ്. വിവരിപ്പാൻ സമയം പോരെന്ന എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന എനിക്കും സമയം പോരാ. എന്തിനാ ഈ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചത്? ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചത് ഒരു വാക്യം വായിച്ചു. 2:16. ന്യായാധിപന്മാരെ ദൈവം എന്തിനാ എഴുന്നേൽപ്പിച്ചത്? 2:16. ന്യായാധിപന്മാർ. എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അതിനാ അവരെ എഴുന്നേൽപ്പിച്ച. കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഞാൻ ഇടയ്ക്ക് കയറി പറയാം, കവർച്ചക്കാരെന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് ദൈവജനത്തെ തകർത്ത് കളയുവാൻ, ദൈവവചനത്തെ ദുഷിപ്പിക്കുവാൻ, ദൈവമക്കളെ ഭിന്നിപ്പിക്കുവാൻ, തകർക്കുവാൻ കവർച്ചക്കാർ ഇതിനകത്ത് വരും. അതുകൊണ്ടാ പൗലോസ് പുതിയ നിയമത്തിൽ ഒരു പദം പറഞ്ഞു. സ്തോത്രം. ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കണം. ഭാഷണ്ടുപദേശക്കാര്, വിരുദ്ധോപദേശക്കാര്, വിപരീ ഉപദേശക്കാര്, പുതിയ ഉപദേശക്കാരൊക്കെ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ദൈവദാസന്മാരാകുന്ന ന്യായാധിപന്മാർ ദൈവജനത്തെ രക്ഷിക്കണം. അതിനോടൊന്നും കൂടി അതും ശരിയായി ഇതും ശരിയായി അതും ശരിയായി എന്നും പറയരുത്. ചിലപ്പോൾ നീ ഒറ്റപ്പെടും. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും. അതവിടെ നിന്നോട്ട്, കർത്താവ് നിന്റെ കൂടെ കാണും. കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അതിനാ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാ ദൈവം ന്യായാധിപന്മാര്. അന്നേരം ഒരുത്തൻ പോയി അമ്മാമ്മയുടെ മടിയിലെ തലയും വെച്ച് കിടന്ന് അയാൾ കടങ്കഥ പറഞ്ഞിരിക്കുക. ഞെട്ടില്ല, വട്ടയില്ല. കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ട പുള്ളി പറയാ ഉടുപ്പ് ഊരി കിണറ്റി ചാടിയെന്ന്. കടങ്കഥ ആരാന്ന് മനസ്സിലായല്ലോ. പേരൊക്കെ നല്ല വെടിക്കെട്ട് പേരാ. പിള്ളേരുടെ ഭാഷ പറഞ്ഞ എന്തുവാ? സാംസൺ, ബ്രദർ സാംസൺ. അമ്മാമ്മയുടെ മടിയിൽ പോയി കിടന്നുകൊണ്ട് മിറ്റത്തെ ചെമ്പിന് അടപ്പില്ലെന്ന്. പോത്തേവിൽ നിന്ന് ഭോജനവും. എന്റെ സഹപടന്മാരായ കർത്തൃദാസന്മാരോട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പറയാ, ആൾക്കാരെന്തും പറയട്ടെ, നിന്റെ വിഷയമല്ല. പക്ഷേ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാ ദൈവം നമ്മെ ശുശ്രൂഷ ഏൽപ്പിച്ചത്. അതിന് മറ്റുള്ളവരെന്തോ പറയുന്നു, അവരുടെ അഭിപ്രായം ഒന്നും ആരും തിരക്കണ്ട. ദുരുപദേശക്കാരും ഭാഷണ്ടുപദേശക്കാരും വിരുദ്ധോപദേശക്കാരും സഭയ്ക്കകത്ത് കയറി ജനത്തെ കവർന്നു കളയുമ്പോൾ കണ്ടു നിൽക്കരുത്, നോക്കി നിൽക്കരുത്. അതിനോട് ഒത്തേശയൊന്നും പറയരുത്. തീർത്ത് കാര്യം പറയണം. ഒരു വാക്യം വായിച്ചോ, ഗലാത്യർ 2:4. അറിവുള്ള വാക്യമെങ്കിലും സന്ദർഭം എന്നുകൊണ്ട് ഒന്ന് വായിക്കുന്നത് ഉചിതമാണ്. ഗലാത്യർ 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. പിന്നെ സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന്, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന്. സുവിശേഷത്തിന് സത്യമുണ്ട്. എന്താ സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. കേട്ടാലുള്ള ഗുണമെന്നാ? നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളും നിരാശകളും മാറ്റി ജീവിതത്തിന് അർത്ഥം വരുത്തുന്ന മാർഗമാ സുവിശേഷം. ഈ സുവിശേഷത്തിന് സത്യമുണ്ട്. മോനെ മറ്റേ മൈക്കുണ്ടോ? ഇല്ല, കൊണ്ട് കിടക്കുന്നേ ഉണ്ടോ മോനെ? എന്തോ കോഡ്ലെസ് ഉണ്ടോ? ഇതൊന്നും ഇല്ലാന്നാണോ സെൻട്രൽ കൺവെൻഷന്? ഒരെണ്ണം കൊണ്ടുവരണ്ടായിരുന്നു. എന്നാ ഈ വയാറിന് ചില നീളം എന്താ? അപ്പൊ ശ്രദ്ധിക്കുക, കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് വരുമ്പോൾ
ഭാഷണ്ട് ഉപദേശക്കാർ സഭയ്ക്കകത്ത് വരുമ്പോൾ കർക്കശമായി കാര്യം പറഞ്ഞു കൊടുക്കണം. വായിച്ചേ, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നിങ്ങളെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത വാക്യം, സുവിശേഷത്തിന് സത്യം നിലനിൽക്കേണ്ടതിന്, സുവിശേഷത്തിന് സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയ പദം ഞങ്ങൾ ബഹുവചനം എന്ന് പറഞ്ഞ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന് സാരം. ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്നാ. സ്തോത്രം കൊടുക്കരുത്. ആരോട് പറയാനാ? ഏതപ്പാ കോതമംഗലം. ഈ പെന്തിക്കോസിന് അതിൻ്റെ ഒരു ഉപദേശമുണ്ട്. ചിലവർക്ക് പെന്തിക്കോസിന് ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കെട്ടടിച്ച് വിട്ടേക്കാണ്. എടാ, ഇതിന് ഉപദേശമുണ്ട്. മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം. പോരാ, അഭിഷേകം പ്രാപിക്കണം. ആ പദമെടുത്ത് ചിലപ്പം ഉടക്കുണ്ടാക്കാൻ വരും. ഉടക്കുണ്ടാക്കുന്നതിന് അവിടെ കിടന്ന് ഉടക്കുണ്ടാക്കും. അഭിഷേകം പ്രാപിക്കണം. കമ്മിറ്റിയിലുള്ളത് സകലതും അഭിഷേകം പ്രാപിക്കണം. സഭയുടെ സെക്രട്ടറി രണ്ടുപേരായി ഒരു വാക്കുമായിട്ട് കോഴിക്കാരൻ വരുമ്പോൾ ഞായറാഴ്ച കയറി വന്നാൽ പോരാ, ഈ അഭിഷേകം പ്രാപിക്കണം. പ്രാപിക്കണ്ടേ? നിങ്ങളും അവരോട് യോജിക്കുകയാണോ? പാട്ടുപാടി ആത്മാവി നിറയുമ്പോൾ ആത്മാവി നിറഞ്ഞ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. മാത്രമല്ല തിരുമേശ എടുക്കണം. തിരുമേശയായിട്ട് വരുമ്പോ സായിബാബ ഇരിക്കുമ്പോൾ നിൽക്കുക. നീ ട്രാഫിക് പോലീസിനെ പോലെ കൈ കാണിക്കാതെ തിരുമേശ എടുക്കണമെന്ന്. ഇത് പെന്തിക്കോസിന്റെ ഉപദേശമാണ്. ചിലടത്ത് വല്ലകാലത്തും ഒക്കെ ഉള്ളു തിരുമേശ, ഒന്നുമില്ല. ഒരാളോട് ചോദിച്ചു പറഞ്ഞു, ആരെടുക്കാനാണ്? ബാക്കി വരുന്ന അപ്പം ഞാനും അവളും കൂടെ തന്നെ തിന്നുകാന്ന്. തിരുമേശ എടുക്കണം. കർക്കശമായി വേർപാട് പാലിക്കണം. ലോകത്തിന്റെ കൂത്തിലും ലോകത്തിന്റെ ആഡംബരത്തിലും ലോകമോഹങ്ങളുടെ പുറകെ പോയി ആയുസ് കളയരുത്. പെന്തിക്കോസ് ഉപദേശമാ. വേർപാടുണ്ട്. ഇതൊന്നും ഇപ്പൊ പറയാനൊക്കത്തില്ല, കൺവെൻഷനും പറയാനൊക്കെ, മിണ്ടാനൊക്കത്തില്ല. മിണ്ടിയ ഉടനെ എഴുത്തുകാരും തോണ്ടുകാരും എല്ലാം കൂടെ വന്ന ഉടനെ അവൻ്റെ നെഞ്ച്. എനിക്ക് പിന്നെ ഇത് പോടാന്ന് പറയുന്നുണ്ട് നെഞ്ചത്ത്. ഞാനും ഈ രണ്ടും കൽപ്പിച്ചാ ഇറങ്ങിയേക്കുന്നത്. നിങ്ങളാരും പറയേണ്ടതൊക്കെ ഞാൻ പരുവത്തിന് പറഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞ യുവമാരെല്ലാം കൂടെ നിങ്ങളെ എടുത്ത് ഇണ്ടനടിക്കും. എനിക്ക് പിന്നെ ഇതൊന്നും വിഷയമല്ല. ഞാനും കൊതുക് പോകുന്നത് പോലെ ഒന്നേ കുടിച്ചിയാകുമില്ലേ അടിച്ചിയാകുമെന്നും പറഞ്ഞ് ഇതിന് ഉപദേശമുണ്ട്. ഇത് കർക്കശ വേർപാടാ. ഒരു വാക്യം വായിച്ച്, ലേവിയ പുസ്തകം 18:1. വായിരേ, ലേവിയ പുസ്തകം 18:1. ഇതൊക്കെ നമുക്ക് അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് ഓർപ്പിക്കുക. വായിച്ചോ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്ത് നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. നിങ്ങളെ വിട്ടുപോകുന്നിടത്ത് നടപ്പൊന്നും ഇനിയും വേണ്ട. നേരത്തെ 1450 കൊല്ലം ഭാരത സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ നടപ്പൊന്നും വേണ്ട. അടുത്തത്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിൽ നടപ്പ് പോലെയും അരുത്. അവിടുത്തെ നടപ്പും വേണ്ട. അപ്പം വിട്ടുപോകുന്നിടത്ത് നടപ്പും വേണ്ട, അങ്ങ് ചെല്ലുന്നിടത്ത് നടപ്പും വേണ്ട. പിന്നെ എവിടുത്തെ നടപ്പാണ്? അവരുടെ മര്യാദ ആചരിക്കരുത്. അവരുടെ ഒന്നും മര്യാദ ഒന്നും ആചരിക്കരുത്. എന്റെ വിധികളെ അനുസരിച്ച്, ദൈവത്തിന്റെ വിധികളെ അനുസരിച്ച്, ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ദൈവത്തിന്റെ ചട്ടം പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് പറഞ്ഞ അവിടുത്തതും വേണ്ട ഇവിടുത്തതും വേണ്ട. പടീനപത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയെ ദൈവം തമ്പുരാൻ പർവ്വതത്തിലേക്ക് വിളിച്ചേച്ച് പറഞ്ഞു, പലക ദൈവത്തിന്റെ പലകയും പലകയിലെ എടുത്ത് ദൈവത്തിന്റെ സർവജ്ഞനായ ദൈവത്തിന്റെ വിരല് കൊണ്ടെഴുതി. ഈ എടുത്തും പ്രമാണവും നമുക്ക് തന്നിരിക്കുക. സ്തോത്രം. അവിടുത്തതും വേണ്ട അവിടുത്തതും വേണ്ട, ഒന്നും പകർത്തരുത്. ഇത് വേർപാടാണ്. അതുകൊണ്ടല്ലയോ ഹാമാനും ഭാര്യയെല്ലാം കൂടെ സംസാരിച്ചപ്പോൾ ഹാമാൻ രാജാവിനോട് പറഞ്ഞ 3:9 വായിച്ചു. എസ്തേറിന്റെ പുസ്തകം. ഹാമാന് പുസ്തകമില്ലല്ലോ. ആയിരേ 3:9.
രാജാവിന് സമ്മതമുണ്ടെങ്കിൽ 3:8 മുതൽ വായിച്ചു. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി ചിന്നിച്ചതറിക്കിടക്കുന്നു. അടുത്തത് അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോട് വ്യത്യാസപ്പെട്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ബഹുമാന്യ ദൈവമക്കള്, ഇത് വേർപാടിന്റെ ഉപദേശമാണ്. നാട്ടുകാരെ പോലെ മറ്റുള്ളവരെ പോലെ നടക്കാനും പോകാനും ഇരിക്കാനും കുടിക്കാനും കടിക്കാനും ആടാനും പാടാനും കൂടാനും ഒന്നും നിനക്ക് പ്രവേണമില്ലെന്ന്. ഇത് 28 കെട്ടിനും മാമോദിക്കായും ആണ്ടിയാത്തത്തിനും പഴുത്തനാറടിയന്ത്രത്തിനും നെയ്യപ്പം ചൂടാനും ആണ്ട് കൂടാനും പിന്നെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി പിന്നെന്തുവാ സപ്തതി ഷഷ്ടി കുന്തം കോടാലി ഇതെല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച ചെങ്ങാടം തള്ളിക്കൊണ്ട് വരുമ്പോലെ വരിക സഭായത്തിന്. കൈയടിക്കുവാതില്ല, പാടുവാതില്ല, പ്രാർത്ഥിക്കുവാതില്ല, തോണ്ടി മാന്തി ഇരിക്കുക. ഇതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല. എൻ്റെ വ്യാസമുട്ടലെല്ലാം പോയി. ദൈവത്തിന് മഹത്വം. പെന്തിക്കോസിന് ഉപദേശം ഉണ്ടെന്നായി പറഞ്ഞത്. ഇത് വേർപാട് ഉപദേശമാണ്. കർക്കശമായി വേർപാട് പാലിക്കണം. അവരെ ചേർക്കാനായി യേശു വീണ്ടും വരുന്നത്. പ്രാർത്ഥനയാലും മാമൻ സ്തോത്രം കൂട്ടായ്മയും അവയൊക്കെ കഴിച്ച് കർക്കശ ഉപദേശമാണ്. ഇതിന് വില കൊടുത്തവരും കഷ്ടം തകിച്ചവരും പങ്കപ്പാടുപെട്ടവരൊക്കെ ഉണ്ടെന്ന്. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗമെല്ലാം അങ്ങ് വിടുക. കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ തിരഞ്ഞെടുത്തവൻ കടങ്കഥയും പറഞ്ഞ് സമയം കളയുക. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഇവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഒടുവിൽ ഇവരെ ഭരിക്കുവാൻ രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു. ഇവര് രാജാക്കന്മാരെ ശടിച്ചു ചോദിച്ചു. ദൈവം ഒരു രാജാവിനെ ആരംഭത്തിൽ കൊടുത്തു. ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗൽ എല്ലാരെക്കാളും തോൾപ്പൊക്കമുള്ളവൻ. നശിക്കാനാണെങ്കിലും കൊടുത്തവൻ നല്ലതിനെയാ കൊടുത്തത്. ഹോശേയപ്പുറത്ത് വായിക്കുന്നത് കോപത്തിൽ കൊടുത്തെന്നാ. രാജാവിനെ കോപത്തിലാ കൊടുത്തെങ്കിലും ദൈവം ഈ ഗുണം പിടിക്കാനല്ല കൊടുത്തത്. എന്നാലും നല്ലതിനെ. ഞാൻ പറയാനുണ്ട്, വണ്ടി ഇടിച്ചാൽ ആകാൻ നമ്മുടെ വിധിയെങ്കിൽ ബെൻസ് ഇടിച്ച് ആകണം. ചുമ്മാ പെട്ടിയോട്ടോ മുട്ടി അറിയത്തില്ലല്ലോ എങ്ങനെയാന്ന്. നശിക്കാനാ കൊടുത്തത്. കൊടുത്തപ്പം ഇസ്രായേലിലെ പുരുഷന്മാരെ ഇറക്കി നിർത്തിയാൽ തോൾപ്പക്കമുള്ളവൻ മാത്രമാണോ? നല്ല കാശുള്ള വീട്ടിലെ കീശിന്റെ മകൻ. കീശുണ്ട്, കാശുണ്ട്, കീശയുണ്ട്, നല്ല ഫിഗറ്. ദൈവം ഒന്നാമത്തെ രാജാവിനെ കൊടുത്തു, പക്ഷെ പ്രമാണം തെറ്റിച്ചു. അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. രണ്ടാമതൊരു രാജാവിന് ദൈവം അവനെ നീക്കിയിട്ട് ദാവീദിനെ ബോധിച്ച പുരുഷനായി. ദാവീദിന്റെ കാലത്ത് ആ സകലത്തിന് ഓർഡർ ഉണ്ടായത്. മില്ലോ പണിതു, സംഭാര നഗരം പണിതു, കോട്ട പണിതു, ആഭ്യന്തര സുസജ്ജമാക്കി പാട്ടുകാരെ കൊണ്ടുവന്ന് നിയമിച്ചു. പാട്ടുകാരെ നിയമിച്ചു. ശുശ്രൂഷക്കാർ കൂറിന്റെ ക്രമത്തിൽ 24 കൂറ് നമുക്കറിയാം. അബിയാ കൂറ് മുതൽ സക്കറിയാ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ ശുശ്രൂഷകരെ നിയമിച്ചു, പാട്ടുകാരെ നിയമിച്ചു. എല്ലാത്തിനും ഓർഡർ ദാവീദിന്റെ കാലത്ത്. എല്ലാം ഓർഡർ ആക്കി വെച്ച് ദാവീദ് പറഞ്ഞൊരു പദമാണ് നമ്മൾ കുറുവാക്യം വായിച്ചത്. ദാവീദ് പറയുക, ഭയപ്പെടേണ്ട. വായിച്ചു 9-ന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് നിന്റെ അവിടെ നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ, ശരിക്കും പറഞ്ഞാൽ നിന്റെ വല്യപ്പനാകുന്ന ശൗലിന്റെ നിലമെല്ലാം ഞാൻ നിനക്ക് മടക്കി തരും. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു, നീയോ നിത്യം എന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ദാവീദ് മെഫീബോശത്തിനോട് പറയാം. നമുക്ക് ഭാഗം അറിയാം. യോനാഥാന്റെ മകനാണ് മെഫീബോശത്ത്. നമുക്കറിയാം ശൗലിന്റെ കൊച്ചുമകൻ. 9-1 വായിച്ചത് പറയാൻ കാര്യം 9-1. അനന്തരം ദാവീദ് യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും, ദാവീദ് ചോദിക്കാൻ, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും. ഈ യോനാഥാനും ദാവീദ് ഉറ്റമിത്രങ്ങളാ. ശൗമേലിന്റെ 1-ാം പുസ്തകം 18-1 ചടിയടാന്ന് വായിച്ചു. ശൗമേലിന്റെ 1-ാം പുസ്തകം 18-1 പെട്ടെന്ന്. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേരാൻ കാര്യമുണ്ട്. 17-ാം അധ്യായത്തിലെ ശുശ്രൂഷ എന്തുവാ? 17-ലെ ശുശ്രൂഷ. ഒരു കല്ല് ഒരു കവണ കൊണ്ട് ഗോലിയാത്തിനെ താഴെ കിട്ടും. 40 ദിവസം ഇവൻ നിന്ന് വെല്ലുക. 40 days ഫാസ്റ്റിംഗ് പ്രയർ. ചുമ്മാ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല, ഒറ്റ ഒരുത്തിനും ഒന്നും ചെയ്യുന്നില്ല. 40 ദിവസം ഗ്ലോറി വിക്ടറി കാൽവറി ജീസസ് എന്നും പറഞ്ഞ് ചീറ്റിയേച്ച് പോവുക. ഒറ്റ ഒരുത്തം കയറി കൊമ്പ് കോർക്കുന്നില്ല. ഇവനാണ് 6 മുഴ 1 ജാൻ നെടുപ്പം. 17-4 ചടികടാണ് വായത്. 17-4 പെട്ടെന്ന് വായിച്ചു.
ഗോലിയാത്തിന്റെ പ്രകൃതി പെട്ടെന്ന്. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ല പുറപ്പെട്ടു. ഗത്തിനായ ഗോലിയാത്ത് മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴം 1 ജാൻ നടുപ്പ്, അവന്റെ തലയിൽ വലിയ താമര ശിരസന, അവൻ 5000 ചെക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു. അവന് കാച്ചട്ടയും ചുമലി താമരം കൊണ്ട് വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ, കുന്തത്തിന്റെ അലക് 600 ചെക്കൽ ഇരുമ്പ്. ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പേ നടന്നു. ഇതാണ് ഇവന്റെ പ്രകൃതി. ഭയങ്കര നെടുപ്പമുള്ള ഒരുത്തൻ. വിവരിക്കുന്നില്ല. ഇവൻ നിന്നേച്ച് വെല്ലുവിളിക്കും. 8-ാം വാക്യം 8 വായിര്. അവൻ നിന്ന് ഇസ്രായേൽ നിലകളോട് വിളിച്ചു പറഞ്ഞത്, ഇവൻ നിന്ന് വെല്ലുവിളിക്കുക, നിങ്ങൾ വന്ന പടയ്ക്ക് അണിനിരക്ക് നിന്ന് ഞാൻ ബലിത്തന് നിങ്ങൾ ശൗലിന്റെ സേവകരുമല്ല. നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. ഒരുത്തനെ തെരഞ്ഞെടുക്കും. ഓട്ടിട്ടോ കള്ളയോട്ടിട്ടോ ചീട്ടിട്ടോ കാല് വാരിയോ കുതികാല് പൊട്ടിയോ അങ്ങനെയാണല്ലോ മിക്കടുത്തും. അത് പോട്ടെ, നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്ത് അവനെ എൻ്റെ അടുക്കലോട്ട് ഇറങ്ങി വരട്ടെ. ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഞാൻ അവനെ തോൽപ്പിച്ചാൽ നിങ്ങളല്ല ഞങ്ങൾക്കടിമ, അല്ല അവൻ എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങളല്ല നിങ്ങൾക്കടിമ. ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ എന്തോ സംഭവിച്ചു. 24 24 വേഗത്തിൽ. അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും അവനെ കണ്ടെന്ന് പറഞ്ഞാൽ ഇവന്റെ നിപ്പും പ്രകൃതിയും ചൊല്ലുത്തും കേട്ടപ്പോ പേടിച്ചു. ഇവൻ ചൊല്ലിയത് എങ്ങനെയാണെന്നറിയാമോ? 16-ാം വാക്യം 16 ചൊല്ലിയത് ദേവന്മാരുടെ നാമം ചൊല്ലിയെന്ന് 43-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് തന്റെ ദേവന്മാരെന്നുണ്ട്. വായിച്ച്. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി 5 ദൈവങ്ങളുണ്ട് ഫെലിസ്ത്യന്. ഗത്തിലെ ദൈവം, യക്രോന്യ ദൈവം, അസ്കലോന്യ ദൈവം, 5 ദൈവങ്ങൾ. ഇവൻ 5 ദൈവങ്ങളുടെ നാമം ചൊല്ലും. ആര്? ഗോലിയാത്ത്. 5 ദൈവങ്ങളുടെ നാമം. ആ നാമം എപ്പോഴൊക്കെയാ ചൊല്ലുന്നത്? 16-ാം വാക്യം 16 ചടികടാന്ന് വായിപ്പിക്കുക. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും. അപ്പൊ ഈ ദൈവങ്ങളുടെ നാമം രാവിലെയും ചൊല്ലും, വൈകിട്ടും ചൊല്ലും, മുടങ്ങാതെ ചൊല്ലും. 40 ദിവസവും ചൊല്ലും. എന്തോ മാതൃക. നമ്മൾ രാവിലെ പ്രാർത്ഥിച്ചാൽ വൈകിട്ടില്ല, വൈകിട്ട് പ്രാർത്ഥിച്ചാൽ രാവിലെ, രാവിലെയും വൈകിട്ടും പഠിച്ചാൽ പിറ്റേന്ന് ശാശാന്നേലും എന്ത് ഓർഡറിലാ കാര്യം കൊണ്ടുപോകുന്നത്. അവൻ രാവിലെ മന്ത്രം ചൊല്ലും, വൈകിട്ടും മന്ത്രം ചൊല്ലും. അത് 40 ദിവസം ചൊല്ലും മുടങ്ങാതെ. നമുക്ക് മഴക്കാറ് കണ്ടാൽ മതി, ഉടനെ പറയും ഇന്ന് മിക്കവാറും യോഗം നടക്കാൻ സാധ്യത. ഒന്നും വിവരിക്കുന്നില്ല ഞാൻ. ഇവൻ എന്ത് മാതൃകാപരമാണ്. മാത്രമാണോ ഈ ദൈവങ്ങളുടെ നാമം ചൊല്ലുന്ന പമ്മിയിരുന്ന് ചൊല്ലുകയല്ല. നമ്മളൊരു സ്വോത്രം പറഞ്ഞ അടുത്തിരിക്കുന്ന പുള്ളി പോലും പഴയ സൈക്കിളിന് കാറ്റടിക്കുമല്ല. ഇവൻ ചൊല്ലുന്ന എങ്ങനെ? 8-ാം വാക്യം ഒന്നുകൂടെ 11-ാം വാക്യം വായിച്ച എങ്ങനെയാ മന്ത്രം ചൊല്ലുന്നത്? 11 ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലും കേട്ടപ്പോൾ എല്ലാരും കേൾക്ക ചൊല്ലി. ഇന്ന് രാത്രി വചനം പ്രകാശിപ്പിക്കുന്ന വിധം നിങ്ങൾക്കറിയാം. എല്ലാരും കേൾക്ക ചൊല്ലി. എടാ 90 കിലോ ഉണ്ടല്ലോ, 1/2 കിലോയുടെ സ്വോത്രം പറ. നീ 3 പ്ലേറ്റ് ബിരിയാണി 1/2 കിലോയുടെ സ്വോത്രമെങ്കിലും പറ. ദൈവം നിന്നെ രക്ഷിച്ചില്ലയോ? എന്നെ നിങ്ങളെ രക്ഷിച്ചില്ലേ? അടുത്തിരിക്കുന്നവൻ കേക്കത്ത് പോലുമില്ല സ്വോത്രം പറയുന്നത്. അവൻ കൈയടിക്കുന്ന കണ്ടാൽ നമുക്കിപ്പം ഇവരെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കാൻ തോന്നും. കൈയടിക്കുന്ന എന്നാ പറ്റി? വയ്യ. അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുത്ത് എന്തോ സ്പീഡാ, കത്തി മുള്ളുമൊക്കെ ആയിട്ട് നല്ല കൊടച്ചക്കരം കറങ്ങും പോലെ അതിനൊക്കെ നല്ല സ്പീഡാ. ദൈവത്തെ ആരാധിക്കുന്നതിന് മാത്രം, ദൈവത്തെ സ്തുതിക്കുന്നതിന് ശബ്ദമില്ല. കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ മറ്റ് പ്രശ്നങ്ങളിൽ ചെന്ന് എന്തോ അണ്ണാക്ക 6 വെക്കുന്ന കാണണം. ഇതൊക്കെ ദൈവം തമ്പുരാൻ കണ്ടോണ്ടിരിക്കുക. അല്ല, സങ്കീർത്തനൻ അണ്ടി പറയും പോലെ സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുക. ഗോലിയാത്താന്നേരം എന്ത് മാതൃകാപരമായിട്ടാ. 40 ദിവസം മന്ത്രം ചൊല്ലി, മുടങ്ങാറെ ചൊല്ലി, രാവിലെ ചൊല്ലി, വൈകിട്ട് ചൊല്ലി, എല്ലാരും കേക്ക ചൊല്ലി. ഇതിന്റെ നടുവിൽ ദാവീദ് ഒരു കല്ലും കവണയും കൊണ്ട് ഇവനെ എറിഞ്ഞ് താഴെ കിട്ടു. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. എറിഞ്ഞ് താഴെ കിട്ടേച്ചേ ഓടി അങ്ങോട്ട് ചെന്ന് എൻ്റെ ഭാഷയിൽ ഇവന്റെ നെഞ്ചത്ത് കയറി അവന്റെ ഉറകിൽ നിന്ന് അവന്റെ വാളെടുത്ത് അവന്റെ തലയും വെട്ടി ദാവീദ് ഇങ്ങോട്ട് വരിക. എൻ്റെ ഭാവനയാ ഇങ്ങനെ വരിക. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡിസ്ട്രിക്ട് കൺവെൻഷൻ ഇങ്ങേരെന്തിനാ ഇതെല്ലാം പറഞ്ഞത്? ഇതെന്താണെന്നറിയാമോ? ഇതാണ് കാൽവറിയിൽ നടന്നത്. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ മരണം വിതച്ച് മരണഭീതിയിട്ട് അവൻ തന്റെ ജനത്തെ പേടിപ്പെടുത്തി നിർത്തിയപ്പോൾ ഒടുക്കത്തെ ആലാമാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ തന്റെ ജീവന് മനുഷ്യവർഗത്തിന് വേണ്ടി തന്ന് മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന് എന്നെയും നിന്നെയും വീണ്ടെടുത്ത നസറയനാകുന്ന യേശു
അവിടുന്ന് മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, രോഗത്തെ ജയിച്ചവൻ, സകലത്തിന്മേൽ ജയമെടുത്തവൻ. ഈ കാഴ്ച കണ്ടപ്പം യോനാഥാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു ദാവീദിനെ. രണ്ടുപേരോട് അങ്ങ് പറ്റിച്ചു കിടന്നു. എന്തിനേറെ വിവരിക്കുന്നില്ല. പക്ഷേ അപ്പനാകുന്ന ശൗലിന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഒരിക്കൽ ദാവീദ് ശൗലിനെ പേടിച്ച് കാട്ടാട്ടും പാട, അതുല്ലാമേ, ഏൻഗതി, പാറാൻ മരുഭൂമി, ദുർഗത്തിൽ, പിന്നെ ഇവിടെ എല്ലാം കിടന്ന് പേടിച്ചോടുക. അങ്ങനെ പേടിച്ചോടിപ്പോൾ ഒരിക്കൽ യോനാഥാൻ ചെന്ന് പറഞ്ഞു, എൻ്റെ അപ്പച്ചന് നിന്നെ പിടികിട്ടുകയില്ല, നിന്നെ ദൈവം രാജാവാക്കും. അന്ന് ഞാൻ രണ്ടാമനാ. പക്ഷെ യോനാഥാനും പട്ടുപോയി. ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്തെങ്കിലും യോനാഥാനും പട്ടെങ്കിലും ഉടമ്പടി ദൈവസന്നിധിയിലായതുകൊണ്ട് ദാവീദ് ചോദിക്കുക, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ ചെയ്യാൻ ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? നമുക്കറിയാം. അപ്പൊ സീബ എന്ന വാക്കിന്റെ അർത്ഥം എരിവുള്ളവൻ. സീബ മുമ്പോട്ട് വന്ന് പറഞ്ഞ, അച്ഛാ ഒരുത്തനുണ്ട്. ആരാ? മഫീബോശത്ത്. ഏതാ? യോനാഥാന്റെ മകൻ എന്ന് പറഞ്ഞാൽ ശൗലിന്റെ കൊച്ചുമകൻ. എന്തിയേ? അവൻ ഇവിടില്ല, അവൻ ലോഥേബാരിൽ അമ്മിയേലിന്റെ മകനാകുന്ന മാഖീരിന്റെ വീട്ടിലുണ്ട്. ലോദേബാർ എന്ന വാക്കിൻ്റെ ഒരർത്ഥം വരണ്ട സ്ഥലം വന്ന അവൻ മരണ സ്ഥലത്ത് കിടക്കുക. ദാവീദ് പറഞ്ഞ ഇടയെ പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. 2 കാലം മുടന്തിയ മഫീബോശത്ത് 5 വയസ്സിൽ മുടന്തിയതാ. അപ്പനും വല്യപ്പനും ചത്തുപോയെന്ന് കേട്ടപ്പോൾ ഇവനെ നോക്കുന്നവരെ അമ്മാമ്മ കൊച്ചിനെ എടുത്തോണ്ട് ഓടി കൊച്ചു പത്തോന്ന് താഴെ വീണ് 2 കാലം മുടന്തി. ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വന്നപ്പോൾ അന്ന് സിയോൻ കോട്ടയിൽ യബൂസ്യര് കുടിയിരിക്കുക. യബൂസ്യര് പറഞ്ഞ് ദാവീദ് ഇവിടെ കിടക്കത്തില്ല, ഇവിടുത്തെ മുടന്തന്മാരും കുരുടന്മാരും മതി. അപ്പോൾ ദാവീദ് പഴയ പ്രമാണം വെച്ച് പറഞ്ഞ് ശുണ്ടി കൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആദ്യം മുടന്തനെയും കുരുടനെയും തട്ട്. അത് സിയോൻ കോട്ടയിൽ പരസ്യപ്പെടുത്തിയപ്പോൾ അന്ന് സിയോൻ കോട്ടയ്ക്കകത്ത് കിടന്ന സകല മുടന്തന്മാരും കുരുടന്മാരും സിയോൻ കോട്ട വിട്ടു പോയ കൂട്ടത്തില 2 കാലം മുടന്തിയ ശൗലിന്റെ കൊച്ചുമകനാകുന്ന യോനാഥാന്റെ മകനാകുന്ന മെഫീബോശത്ത് ലോദേബാരി പോയി. അപ്പനെ കൊന്നു, വല്യപ്പനെ കൊന്നു, കുടുംബം മുഴുവൻ നാടൻ ഭാഷ പറഞ്ഞ കുളം തോണ്ടി മെഫീബോശത്തിനെ പൊക്കിയെടുത്ത് മഹാരാജാവാകുന്ന ദാവീദിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തിക്കാണത്തില്ല, ഇരുത്തി കാണും. 2 കാലം മുടന്തല്ലേ. ഇവനെ കൊണ്ടുവന്ന് ഇരുത്തി. ഇവൻ കൊട്ടാരവും പരിസരവും രാജാക്കന്മാരെയും പരിചാരകന്മാരെയും മന്ത്രിപുങ്കവന്മാരെയും സദസ്സും അബീശായി, യോവാബ്, അബ്നേര് എന്ന് വേണ്ട അസാഹയിലെ കാട്ടുകലയെ പോലെ ശീഘ്രഗാമിയായവര് എന്ന് വേണ്ട മിടുമിടുക്കന്മാരെല്ലാം കൂടെ നിൽക്കുന്ന സദസ്സ്. ഇവൻ ഈ സദസ്സ് കണ്ട അകവാള് വെട്ടിപ്പോയി. ഇവൻ ചിന്തിച്ചത്, ദൈവമേ, അപ്പനെ കൊന്ന് വല്യപ്പനെ കൊന്ന് കുളം തോണ്ടി 2 കാലം മുടന്തി വരണ്ട സ്ഥലമാകുന്ന ലോദേബാരി കിടന്നിട്ട് കിടത്തത്തില്ലയോ, പൊക്കിക്കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. ഓടാനും ഒക്കത്തില്ല, ചാടാനും ഒക്കത്തില്ല, മിണ്ടാനും പറ്റുന്നില്ല. കൊല്ലാനാന്നോ, കണ്ടിക്കാനാന്നോ, അറക്കാനാന്നോ, മുടിക്കാനാന്നോ? ഇവന്റെ അകത്ത് ഭീതി കയറിയപ്പോൾ മുഖത്ത് പ്രതിഫലിച്ചു. മുഖം കണ്ടപ്പോൾ ദാവീദിന് മനസ്സിലായി ഇവൻ പേടിച്ചരണ്ടിരിക്കുക. അങ്ങനെ ഭയപ്പെട്ടിരുന്ന മെഫീബോശത്തിനോട് പറയാ, പേടിക്കണ്ട, ഭയപ്പെടേണ്ട. നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, നിന്റെ പിതാവിന്റെ പിതൃസ്വത്ത് ഇന്ന് രാത്രി തിരിച്ചു തരികയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ വല്യപ്പനാകുന്ന ശൗല് അവൻ നഷ്ടപ്പെടുത്തിയ പിതൃസ്വത്ത് ഇന്ന് രാത്രി നിനക്ക് തിരികെ തരികയാ. ഞാൻ വ്യാഖ്യാനിക്കുന്നതിൽ ഓടിച്ചു നിർത്തുക. എന്താ? നഷ്ടപ്പെട്ടു പോയ പിതൃസ്വത്ത് ഇന്ന് രാത്രി തിരികെ തരും. പാപത്തിന്റെ മുടന്ത് പേറി വരണ്ട സ്ഥലമാകുന്ന ഇടങ്ങളിൽ കിടന്ന് എന്നെയും നിങ്ങളെയും കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്ന്, ഒരുവൻ നമുക്ക് വേണ്ടി യാഗമായി അവിടുത്തെ കുരിശുമരണത്താൽ തിരുരക്തം ചിന്തി തിരുശരീരം നുറുക്കപ്പെട്ട് കണ്ടാൽ ആളല്ലെന്ന് തോറുമാറി വിരൂപമാക്കപ്പെട്ട യേശു ക്രിസ്തു അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ അതിക്രമങ്ങളുടെ പാപമോചനമെന്ന് വീണ്ടെടുപ്പ് നൽകി മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് എന്നെയും നിങ്ങളെ ഇരുത്തിയിരിക്കുക. ഇവിടെ ഇരിക്കുന്ന നിന്നോട് പറയാ, പേടിക്കണ്ട. നീ വരണ്ട സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്നത് കൊട്ടാരത്തില. ദൈവസഭയാകുന്ന കൊട്ടാരത്തിൽ നിന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. നിന്റെ മുടന്നൊന്നും ഇവിടെ വിഷയമല്ല, നിന്റെ വരണ്ട അനുഭവങ്ങൾ വിഷയമല്ല, നിന്റെ നഷ്ടമൊന്നും ഇവിടെ വിഷയമല്ല. ഇന്ന് രാത്രി തളർന്നു പോകരുത്. പിതാവിന് നഷ്ടപ്പെട്ടത് ഇന്ന് രാത്രി തിരിച്ചു തരിക. 1-2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ഞാനിങ്ങനാ പറയുന്നത്, ആദി പിതാവാകുന്ന ആദമിന് നഷ്ടപ്പെട്ടതെല്ലാം ഒടുക്കത്തെ ആലാമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ തരിക. ഇവൻ അന്തം വിട്ടുപോയി കൊട്ടാരത്തിൽ വന്ന് കൊല്ലാനാന്ന്. പണ്ടൊരുത്തനെ അവനും അന്തം വിട്ടുപോയില്ലയോ? കൂലിക്കാരിലൊരുത്തനെ പോലെ ആക്കണമെന്ന് പറഞ്ഞ് വന്നതാ. വന്നപ്പം അപ്പനായിട്ട് അങ്ങോട്ട് ചെല്ലുവനാ പറഞ്ഞ. അപ്പൻ ഇവനെ കണ്ടു ദൂരെ വെച്ചു. ഇവൻ അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ അപ്പൻ അങ്ങോട്ട് ചെന്നു.
ഈ അപ്പൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. കൂലിക്കാരനല്ല. ബാല്യക്കാട് എന്നെ നോക്കി നിൽക്കുന്ന ചെറുക്കൻ ചത്തവനായിരുന്നു, ജീവിച്ച് വന്നിരിക്കുക. എൻ്റെ ഭാഷയാ, വരാൻ പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോയി ഇങ്ങനെ തീന്മേശ ഒരുക്കിയിട്ടിരിക്കുക. അപ്പൻ്റെ വീടല്ലേ, എന്തെല്ലാം സാധനങ്ങളാ, എല്ലാം ഇങ്ങനെ ഒരുക്കി ഇട്ടിരിക്കുക. ഇവൻ ഇതെല്ലാം കൂടെ കണ്ട അപ്പം അപ്പച്ചൻ പറഞ്ഞ് മോനെ കഴിക്കടാ, നീ വാള വരെ നിന്ന് പരുവക്കേടായി, കഴിക്കേ. അന്നേരം ഇത് കഴിക്കുന്ന കാര്യത്തെപ്പറ്റി ടി.കെ. ശോമേൽ സാർ ഇത് കണ്ടുകൊണ്ട് ഒരു വരി എഴുതി, പാടാൻ വയ്യ, എന്നാലും സാർ എഴുതിയ വരി ഇങ്ങനെ. ഇവൻ ചിന്തിക്കുക, അപ്പച്ചൻ പറഞ്ഞേടാ കഴിയടാ, കഴിഞ്ഞ ആഴ്ച എല്ലാം വാള വരെ കുട്ടൻ പന്നി നിന്നെ തട്ടി പരുവക്കേടായി, പന്നിയുടെ മുക്കറായും എല്ലാം ഏറ്റ്, നീ കഴിക്കേ. അപ്പം ഇവന് കണ്ടപ്പോൾ ഇങ്ങനെ ഒത്തിരി വിഭവങ്ങൾ ഇതിനകത്ത് വെച്ചിരിക്കും. ഈ വീട്ടിലെ ദൈവസഭയാകുന്ന വീട്ടിലെ ഒത്തിരി വിഭവങ്ങളുണ്ടെന്ന്. എന്തൊക്കെയാ വിഭവം? ഒന്ന് വായിച്ചോ, 14:26 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14:26. ഇതിനകത്ത് ഒത്തിരി വിഭവം ഉണ്ടെന്ന്. അല്ല ഓടിയുടെ കാല് മാത്രമല്ല, ആയിരേ നമുക്ക് 2 ഉണക്ക ചപ്പാത്തി ഇത് കഴിഞ്ഞ് അത് എഴുന്നേറ്റ് നിന്ന് കടിക്കുകയും ചെയ്യണം. ഇതിവിടെ ഇഷ്ടം പോലെ വിഭവമുണ്ട്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, ദൈവസഭയാകുന്ന ഈ സൗധത്തിൽ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. അതൊക്കെ ഇതിനകത്ത് വിഭവങ്ങളാ. സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകല ആത്മീയ വർധനയ്ക്കായി ഒത്തിരി വിഭവങ്ങളുള്ള സ്ഥലത്താണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നീ വരണ്ട സ്ഥലത്ത് നിന്ന് ദൈവം നിന്നെ കൊണ്ടുവന്നത് എത്തേണ്ട സ്ഥലത്തായി എത്തിയിരിക്കുന്നത്. അപ്പച്ചൻ പറഞ്ഞതെല്ലാം കഴിക്കാൻ. അവനുടനെ അവിടെ നിന്ന് പാടുന്നത് ടി.കെ. എഴുതി, പാടാൻ വയ്യെങ്കിലും പറഞ്ഞു വിടാം. ഇന്നു ഞാൻ നിന്നോടൊത്തു പന്തിയിൽ മോദമായി, ഇന്നു ഞാൻ നിന്നോടൊത്തു പന്തിയിൽ മോദമായി വന്നു തിന്നു തൃപ്തനായി, എത്രയോ പന്നി തിന്ന ഭോജവും അന്നു ഞാൻ കൊതിച്ചത്, പന്നി തിന്ന ഭോജവും അന്ന് ഞാൻ കൊതിച്ചത്, എന്നേക്കുമോയി മറന്നുപോയി. കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ കൃപയുള്ള യഹോവേ ദേവാ, മമ്മ നല്ല പിതാവേ ദേവാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവനെവിടെ ഇരുന്നുകൊണ്ട് പാടുക, ഇന്ന് ഞാൻ നിന്നോടൊത്ത് പന്തിയിൽ മോദമായി. പന്നി തിന്ന ഭോജ്യം, ആ പന്നി നിന്ന ഭോജ്യത്തിൽ നിന്നും പന്നിയുടെ ഇടയിൽ നിന്നും നിന്നെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് അപ്പന്റെ ഭവനത്തിലാക്കി. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരിക. ഈ സംഭവത്തെ പറ്റി 3 പേര്, നിങ്ങൾ സന്തോഷത്തിൻ്റെ പാട്ടറിയായിരിക്കും, 3 പേര് പാട്ടെഴുതി ഈ വിഷയം. അതിലൊന്ന് ടി.കെ. എഴുതിയ പാട്ടാണ്. ഒന്ന് മധുരഗായകൻ എം.ഇ. ചെറിയാച്ചൻ. ഇവൻ്റെ ആ വരവും എല്ലാം കൂടെ കണ്ട് എം.ഇ. ചെറിയാച്ചൻ ഇത് കണ്ടതുപോലെ ഇവൻ പരുവക്കേടി വരിക. കെട്ട മകനെ പോലെ ദുഷ്ട വഴികളിൽ അനിഷ്ടം ഞാൻ നടന്നു, ആ കെട്ട മകനെ പോലെ ദുഷ്ട വഴികളിൽ അനിഷ്ടം ഞാൻ നടന്നു, എന്നെ കെട്ടിപ്പിടിച്ചു മുത്തമിട്ടങ്ങ് സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പനാ എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ, എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ, എല്ലാം തുലച്ചു നീച്ച പന്നിയിൽ തീറ്ററിന്നു വല്ലാതെ നാൾ കഴിച്ചു, എല്ലാം തുലച്ചു നീച്ച പന്നിയിൽ തീറ്ററിന്നു വല്ലാതെ നാൾ കഴിച്ചു, എന്നെ തള്ളാതെ മേത്തരമീയും മോതിരവും എല്ലാം തരുന്നപ്പനാ, എന്നെ തള്ളാതെ നീയും മോതിരവും തരുന്നപ്പനാ, എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ
ഇസ്രായേല് പന്നി തിന്ന ഭോജ്യം അന്ന് ഭുജിച്ചതെല്ലാം ഓർത്തു. ചെറിയാച്ചൻ പാടുക, എല്ലാം തുലച്ച് നീച്ച പന്നിയും തീറ്റ നിന്ന് വല്ലാതെ. ഇച്ചിരി സമയം കൂടെ കഴിഞ്ഞാൽ നിർത്തുള്ളൂ, എൻ്റെ ജിബായിലങ്ങ് പിടിച്ച് വലിക്കരുത്. ഇതിനെപ്പറ്റി സൈമൺ സാറ് എഴുതിയിരിക്കുന്ന നമുക്കെല്ലാം വളരെ മനപാഠമാണ്. പന്നികൾ തിന്നും തവിട്ട് പൂജിച്ച നിന്യമകാലങ്ങൾ മറന്നു പൈതാതു. പന്നികൾ തിന്നും തവിടു പൂജിച്ച നിന്യമകാലങ്ങൾ മറന്നു പൈതാതു. പന്നികൾ തിന്നും തവിടു പൂജിച്ച നിന്യമകാലങ്ങൾ മറന്നു പൈതാതു. മന്നവനെ തിരുമേശയിൽ ഓ സ്വർണ്ണ ഭോജനം ഞാൻ നിന്നു വരും നിന്നു. കാരുണ്യ ധീരതയോടവനിയിൽ അവതരിച്ചോരു കാരുണ്യ പൂരക്കടലേ കരളലിയുഗ ദിനമനു. കാരുണ്യ പൂരക്കടലേ കരളലിയുഗ ദിനമനു. കാരുണ്യ പൂരക്കടലേ. ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിർത്താ. ഇന്ന് രാത്രി പ്രധാന ഭാഗത്തേക്ക് പറഞ്ഞു നിർത്താ. അവൻ ഒന്നാമത്തെ ആലാം മുഖാന്തരം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടത് പോയത് മുഴുവൻ ഒടുക്കത്തെ ആലാം മുഖാന്തരം നമുക്ക് തിരികെ തരുന്ന ദൈവം. അതുകൊണ്ട് പേടിക്കണ്ട പേടിക്കണ്ട. ആമേൻ, നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, നിന്റെ പിതാവിന്റെ പിതൃസ്വത്ത് ഇന്ന് രാത്രി തിരിച്ചു തരിക. ആര് പിതാവിനാൽ നഷ്ടപ്പെട്ടതല്ല ഇന്ന് രാത്രി ദൈവം തിരിച്ചു തരും. എന്തൊക്കെയാ ഞാൻ അടുക്കടക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. 2-3 കാര്യം പറഞ്ഞ് അങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം. ഒന്ന്, ആദി പിതാവ് മുഖാന്തരം തേജസ്സിന്റെ വസ്ത്രം അങ്ങ് നഷ്ടപ്പെട്ടു. അമ്മാമ തയ്യൽ മെഷീനും ഒക്കെ എടുത്ത് അമ്മാമയ്ക്കൊരു മിടി, അജായനൊരു ജോൺസൺ പാസ്റ്റർ പറ അങ്ങ് പറഞ്ഞു ഓ ബർമുഡ. രണ്ടുപേരും വെളുപ്പിനെ നടക്കുന്ന കണ്ടിട്ടില്ലേ ഏതൻ തോട്ടത്തിൽ കൂടെ? അപ്പം ഏത് ഭാഗ്യങ്ങൾ എടുപ്പിക്കുന്നില്ല. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. എന്നാൽ വിവരിക്കുന്നില്ല, ഒടുക്കത്തെ ആറാം മുഖാന്തരം ആ തേജസ്സിന്റെ വസ്ത്രം തിരികെ തരിക. 17:8 വായിച്ചോ. 17 വെളിപ്പാട് പുസ്തകം ആ 19:8 ഒന്ന് വായിച്ചോ. പെട്ടെന്ന് ഞാൻ അങ്ങ് നിർത്താം, അതേ ഒക്കുകൊണ്ട് പെട്ടെന്ന് വായിച്ചു. 19:8. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ആദിപിതാവാകുന്ന ആദാം മുഖാന്തരം തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം ശുദ്ധവും ശുഭ്രവുമായ ഒരു വസ്ത്രം നമുക്ക് ലഭിക്കും. മാത്രമാണോ കല്യാണത്തിന് കൊണ്ട് നിർത്തുന്നതിനെ പറ്റി ആ 45-ാം സങ്കീർത്തനം 13 എന്തുവാ വായിച്ചോ? അലങ്കാര ഭാഷയാന്നേലും അറിവുള്ള വാക്യമല്ലയോ? അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു, പിന്നെ അവരുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. മതി. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭ മൂലം. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭ മൂലം. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭ മൂലം. എന്തു പരിപൂർണ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ. ശ്രദ്ധിക്കുക,
അതിനാൽ നഷ്ടപ്പെട്ടത് ഇന്ന് രാത്രി തിരിച്ചു തരും. ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ തേജസ്സിന്റെ വസ്ത്രം കാൽവരിയിൽ ഒരുവൻ ജീവനെ തന്നതുകൊണ്ട് നമുക്ക് തിരികെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. 2, അധികാരം നഷ്ടപ്പെട്ടു. ഒരിക്കൽ അധികാരമുണ്ട്, അതുകൊണ്ടല്ലോ ആദമിന്റെ മുമ്പിൽ കൂടെ മൃഗത്തെ എല്ലാം കൂടെ പിന്നെ ആന പേരിടാൻ പറഞ്ഞ് ആന മുമ്പൊക്കെ തലോടിച്ച് പറഞ്ഞ് ഒരു കൂടെ ആന ഒന്ന് തലോടി വെച്ച് ഇപ്പം 3 ചെന്നില്ല, കൊമ്പനുണ്ടല്ലോ അത് എല്ലാവോ അതാ പേരിട്ടത്. ഞങ്ങളുടെ വല്യപ്പൻ പേരിട്ട് ഇങ്ങോട്ട് വാടാ പേരിടാ ഒത്തു. അധികാരമെല്ലാം പോയി. എന്തിനാ ആന? നിന്റെ വീട്ടിലെ പട്ടിക്ക് പോലും നിന്നോട് അനുസരണയില്ലല്ലോ. അധികാരം നഷ്ടപ്പെട്ടെന്ന് സകലർക്കും അധികാരം നഷ്ടപ്പെട്ടു. പണ്ട് ഇതെല്ലാം ഇണങ്ങുക മെരുങ്ങുക അധികാരമുണ്ട്. ഈ അധികാരമെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ഒടുക്ക ഈ അധികാരം നഷ്ടപ്പെട്ടത് കൊണ്ട് കടിച്ചു കീറുക ഉപദ്രവിക്കുകയും ഇല്ലേ? അയ്യോ, സകല മൃഗവും അനുസരിച്ചതാ. കരടി, പുലി, കടുവ ഇതിനെല്ലാം പേരിട്ട്, എൻ്റെ ഭാഷയാ, ഇതെല്ലാം ആദാമിന്റെ മുമ്പിൽ കൂടെ എല്ലാത്തിനും പേരിട്ട് കടുവ, കരടി, പുലി, പുള്ളി അധികാരമുള്ളത് കൊണ്ടൊന്നും എതിർക്കുന്നില്ല. ഇപ്പോഴോ ഇപ്പം പണ്ട് പാട്ട് പാടുകല്ലേ, കാട്ടാന കരടി പുലി ചെന്ന കാട്ടുപൊത്ത് കരിമ്പു നോക്കിയിരിക്കാം. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപൊത്ത് കരിമ്പുലി കൂട്ട, കാട്ടാന കരടി പുലി ചെന്ന കാട്ടുപൊത്ത് കരിമ്പുലി കൂട്ട. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപൊത്ത് കരിമ്പുലി കൂട്ട, കണ്ടാലെന്നെ പിടിച്ചവർ തിന്നും അയ്യോ ചതി ചെയ്യല്ലേ, കണ്ടാലെന്നെ പിടിച്ചവർ തിന്നും അയ്യോ ചതി. അപ്പൊ ഇത് അധികാരം നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നേച്ച് പറയുക, അവൻ സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും അവൻ എനിക്ക് നൽകപ്പെട്ടു. ആ അധികാരം നിങ്ങൾക്ക് തരിക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഇന്ന് രാത്രി അധികാരം നൽകുക എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ നാമത്തിൽ നീ പറഞ്ഞാൽ രോഗി സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ നാമം എല്ലാ നാമത്തിലും മേലായ നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമം. ഇത് അധികാരമുള്ള നാമം. 6 മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ അധികാരം ഒടുക്കത്തെ 6 മുഖാന്തരം നമുക്ക് തിരികെ കിട്ടി. ഒരു കാര്യത്തോടെ പറഞ്ഞ് എന്നാ ബൈബിൾ പിടിച്ചു, അല്ലെ ഒരു ബൈബിൾ ഇരിക്കുന്ന അയാൾക്കിളക്ക വന്ന് തണ്ട തൂവാലയും ബൈബിളും എല്ലാം അങ്ങ് മാറ്റി. അല്ല നിങ്ങൾ ചിന്തിക്കും അതിരിക്കുന്നിടത്തോളം കാലം അയാൾക്ക് നവാച്ചും പിടിച്ചു. ഒരു കാര്യത്തോടെ പറഞ്ഞു വെച്ച് നിർത്തുക. നഷ്ടപ്പെട്ടു പോയ അധികാരം ഇന്ന് രാത്രി തിരികെ തരും. 1, തേജസ്സിന്റെ വസ്ത്രം തിരികെ കിട്ടും. 2, നമുക്ക് അധികാരം തിരികെ കിട്ടി. ഇനി 3, ദൈവത്തിന്റെ മഹത്വം. ആ തേജസ്സും മഹിമയൊക്കെ പോയതല്ലേ ഏദൻ തോട്ടത്തിൽ നിന്ന് പോയതാ, വെളിയിലും വിട്ടില്ലേ, അത് നമുക്ക് തിരികെ കിട്ടും. മരണവീടുകളിലെല്ലാം ഒടുവിൽ പറയുന്ന ഭാഗം നമുക്കല്ല മനപാഠമാ. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്ന് ഏത് വിധം ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളെത്ര. ദൈവമോ ഓരോന്നിനും അത് നിന്റെ ശരീരം കൊടുക്കുന്നു. സകലം ചേർന്ന് പറ, സകല മാംസങ്ങളും ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ, ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രം തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ ഈ തേജസ്സുള്ള ശരീരം മാറി നമുക്കൊരു പുത്തൻ ശരീരം കിട്ടും. ഈ ബലഹീന ശരീരം മാറി നമുക്കൊരു പുത്തൻ ശരീരം കിട്ടും. നഷ്ടപ്പെട്ടു പോയതൊക്കെ ഇന്ന് രാത്രി തിരികെ തരും. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. 4, ഏദൻ തോട്ടത്തിൽ നിറക്കി വിട്ടു. ആമേൻ. ഈ ജീവവൃക്ഷത്തിന്റെ കനി തിന്നാതിരിക്കാൻ. എന്നാൽ വെളിപ്പാട് പുസ്തകം 2 വായിക്കുന്നത് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ തരും. നഷ്ടപ്പെട്ടു പോയത് നമുക്ക് തിരികെ തരും. കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതല്ല, ഒടുക്കത്തെ ആരാമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ഇന്ന് രാത്രി അതുകൊണ്ട് ഭയപ്പെടേണ്ട. നിനക്ക് അധികാരം തിരിച്ചു തരൂ, നിന്റെ തേജസ് തിരിച്ചു തരൂ. അവൻ നഷ്ടപ്പെട്ടു പോയ സകലതും ദൈവം നമുക്ക് തിരിച്ചു തരും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ആ പഴയ പാട്ടിന്റെ 2 ചരണം കൈ അടിക്കുന്നില്ല. അങ്ങ് ഇന്നലെയൊക്കെ കൈ അടിച്ച് പാടിയല്ലോ. ചേർന്നൊന്ന് ധ്യാനിച്ചങ്ങ് പാടിക്കോ. തിന്റെ പാലം ദൈവപാരുദിസയിൽ ഓ ജീവ ചേർന്ന് പാട് പ്രത്യാശയോടെ. ഓ ദൈവപാരുദിസയിൽ ഓ ജീവവൃക്ഷത്തിന്റെ പാലം ദൈവപാരുദിസയിൽ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന ആദരണീയ കർത്തദാസന്മാർക്കും പ്രാർത്ഥിച്ച് സഹായിച്ചവർക്കും മാന്യ ദൈവമക്കൾക്കും ഗായക സംഘത്തിനും എല്ലാം ഓൺലൈനിലുള്ളവർക്കും നന്ദി. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ദയവായി ഇറങ്ങി പോകരുത്. 1 മിനിറ്റ് ഒക്കുന്നെങ്കിൽ പ്രായമുള്ളവരെ അച്ഛൻ എഴുന്നേക്കണ്ട. ആ പ്രായമുള്ളവരെ ക്ഷീണിതരവിടെ ഇരുന്നോ. അക്കാര്യങ്ങളൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നും എന്നേക്കും കരങ്ങൾ വീശി ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഒരിക്കൽ കൂടെ ഇന്നും എന്നേക്കും ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ക്ഷണിച്ചവർക്ക് ഒരിക്കൽ കൂടെ നന്ദി. ഇതുവരെയും ശ്രദ്ധിച്ചിരുന്നവർക്ക് നന്ദി. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അപേക്ഷയുണ്ട്. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ ഞാൻ നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഓർക്കുമ്പം എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാ ബഹുമാന്യരായവരോടും അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.